വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു അടാട്ട് മാഷ്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സാമൂഹികവും ദൈക്ഷണികവുമായ ജീവിത അവസ്ഥകളെക്കുറിച്ച് ധാരാളമായി ആലോചിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ഊർജ്ജസ്വലമായ ഒരു ദൈക്ഷണിക ജീവിതം നയിക്കുന്ന ഒരാളാണ് മാഷ്. നിരവധി പുസ്തകങ്ങൾ വിവിധ വിഷയങ്ങളെ മുൻനിർത്തി അദ്ദേഹം പല കാലങ്ങളിലായി രചിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് കേരള നവോത്ഥാനത്തെ പണ്ഡിറ്റ് കറുപ്പൻ്റെ സംഭാവനകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പുസ്തകവും നമുക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ആ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഒരവസരം വ്യക്തിപരമായി മാഷുമായൊരു 3 പതിറ്റാണ്ട് കാലത്തെ സൗഹൃദവും സ്നേഹബന്ധവുമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ആ സന്ദർഭം സന്തോഷകരമായ ഒരു കാര്യമാണ്. മാഷുടെ എഴുത്തിനും ഇനി അങ്ങോട്ടുള്ള ദൈക്ഷണികമായ ജീവിതത്തിനുമൊക്കെ ആശംസകൾ കൂടി നേരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്യാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. നവോത്ഥാനം എന്ന വാക്കിനെ കേരളത്തിൻ്റെ സന്ദർഭത്തിൽ ഉപയോഗിക്കാമോ എന്ന ഒരു ചോദ്യം തന്നെ വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. കാരണം നാം ഇന്ന് നവോത്ഥാനം എന്ന വാക്ക് ഉപയോഗിക്കുന്ന സവിശേഷമായ അർത്ഥത്തിൽ ആ പദം കേരളീയ സമൂഹത്തിനോ ഇന്ത്യക്കോ എത്രത്തോളം ബാധകമാണ് എന്നത് കേരളത്തിലെ ചരിത്രകാരന്മാർ പല നിലയ്ക്ക് ആലോചിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ചിലരൊക്കെ ആ പദത്തിൻ്റെ സാധുതയെ സംശയിച്ചിട്ടുണ്ട്. മറ്റു ചിലരാകട്ടെ വ്യത്യസ്തമായ അർത്ഥസൂചനകളോടെ ആണെങ്കിലും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് കരുതിയിട്ടുണ്ട്. മൂന്നാമതൊരു വിഭാഗം ഇങ്ങനെ ഒരു പദപ്രയോഗം നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിന് നിരക്കുന്നതല്ല എന്ന് കരുതുന്നവരായും ഉണ്ട്. അങ്ങനെ 3 വീക്ഷണങ്ങൾ ഈ പദത്തെ സംബന്ധിച്ച് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നവോത്ഥാനം എന്ന വാക്ക് ആഗോള സന്ദർഭത്തിൽ ഉപയോഗിക്കപ്പെട്ട് തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ജേക്കബ് ബ്രഹാട്ട് എന്നു പേരായ ഒരു ചരിത്രചിന്തകനാണ് 19-ാം നൂറ്റാണ്ടിൽ ഈ പദം ഉപയോഗിക്കുകയും 14 മുതൽ 17 വരെ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ, മുഖ്യമായും ഇറ്റലിയിൽ വികസിച്ചു വന്ന വൈജ്ഞാനികവും സാംസ്കാരികവും കലാപരവുമായ നവീകരണങ്ങളെ കുറിക്കാൻ ആ പദം പ്രയുക്തമാക്കുകയും ചെയ്തത്. അതിലൂടെ രൂപപ്പെട്ടു വന്നൊരാശയം മധ്യകാല മതാത്മകതയുടെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പൊതുവർഷം 5-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 15-16 നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ സർവാധിപത്യം നേടിയ മതാധികാരത്തിൽ നിന്ന് യൂറോപ്പ് പുറത്തു കടക്കുകയും അതിനു മുമ്പുണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ സംസ്കൃതിയുടെ ഊർജ്ജസ്വലമായ പാരമ്പര്യത്തെ വീണ്ടെടുത്ത് അതിലേക്ക് കൂടുതൽ ഉന്മുഖമാവുകയും ചെയ്ത ഒരു സന്ദർഭം എന്ന നിലയിലാണ് 14-17 നൂറ്റാണ്ടുകളിലെ വൈജ്ഞാനിക സാംസ്കാരിക നവീകരണത്തെ നവോത്ഥാനം, റെനസാൻ എന്ന ഫ്രഞ്ച് പദം, റെനൈസൻസ് എന്ന ഇംഗ്ലീഷ് പദം കൊണ്ടൊക്കെ വിശേഷിപ്പിച്ചു പോരുന്നത്. ആ വാക്കിൻ്റെ സാമാന്യമായ അർത്ഥം പുതിയ ഉണർവ് എന്നാണ്. ന്യൂ ബർത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പുതിയ ഉണർവ്, പുതിയ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ ആ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീക്കോ റോമൻ പാരമ്പര്യം എന്ന് പറയുന്നത് പിൽക്കാലത്ത് വികസിച്ച് വന്ന മധ്യകാല മതാത്മക പാരമ്പര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അത് ഊർജ്ജസ്വലമായ ചിന്താജീവിതമുള്ള ചോദ്യങ്ങളുടെയും ആലോചനകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ വിപുല പാരമ്പര്യമുള്ള സോക്രട്ടീസിനെയും അരിസ്റ്റോട്ടിലിനെയും പ്ലേറ്റോയെയും പോലുള്ള വലിയ ചിന്തകന്മാർ ജനിച്ച സോഫോക്ലീസും അരിസ്റ്റോഫനീസും എസ്കലിസും ഒക്കെ പോലുള്ള വലിയ നാടകൃത്തുക്കൾ ഉദയം ചെയ്ത ഹൈപ്പേഷ്യ പോലുള്ള വലിയ ഗണിതജ്ഞകൾ രൂപപ്പെട്ടു വന്ന, അങ്ങനെ വിജ്ഞാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും വമ്പിച്ച കുതിപ്പുണ്ടായ
ഒരു ഭൂതകാല ചരിത്ര സന്ദർഭത്തെയാണ് നമ്മൾ ഗ്രീക്ക് സംസ്കൃതി എന്ന് വിളിക്കുന്നത്. പൊതുവർഷാരംഭത്തിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ പെരിക്ലീസിൻ്റെ കാലം മുതൽ ഏതാണ്ട് ഒരു 3-4 നൂറ്റാണ്ട് കാലം ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ, ഏഥൻസ്, സ്പാർട്ട, ക്രീറ്റ് എന്നൊക്കെ പറയുന്ന പല പല നഗരരാഷ്ട്രങ്ങളെ കേന്ദ്രീകരിച്ച് വിജ്ഞാനത്തിൻ്റെയും കലയുടെയും വമ്പിച്ചൊരു ലോകം രൂപപ്പെട്ടു എന്നും ഒരുപക്ഷെ മനുഷ്യ സംസ്കൃതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായി അത് മാറിത്തീർന്നു എന്നും പൊതുവെ കരുതിപ്പോരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എക്കാലത്തെയും വലിയ നാടകൃത്തായ CJ തോമസ് ഒരിക്കൽ പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് നാടകങ്ങൾ എഴുതണമെന്നുണ്ട്, പക്ഷേ ആ പഹയനെല്ലാം എഴുതി കഴിഞ്ഞു എന്നാണ്. ആ പഹയൻ എന്ന് അദ്ദേഹം പറയുന്നത് സോഫോക്ലീസിനെ കുറിച്ചാണ്. സോഫോക്ലീസ് എഴുതിയ നാടകത്തിനപ്പുറം എന്തെങ്കിലും ഇനി നാടകമായിട്ട് എഴുതാനുണ്ടോ എന്ന് 20-ാം നൂറ്റാണ്ടിൽ മലയാളം കണ്ട ഏറ്റവും വലിയ നാടകൃത്തുകൾക്കൊരാൾക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വിജ്ഞാനത്തിൻ്റെ വലിയ കുതിപ്പ്, സംസ്കാരത്തിൻ്റെ വലിയ കുതിപ്പ്, ഇന്ന് നാം കാണുന്ന വിജ്ഞാന വ്യവസ്ഥയ്ക്ക് തത്വശാസ്ത്രപരമായ അടിസ്ഥാനം നൽകുന്ന ചിന്താരൂപങ്ങളൊക്കെ നിലവിൽ വരുന്നത് ഗ്രീക്ക് സംസ്കൃതിയിലാണ്. അരിസ്റ്റോട്ടലിനെ പോലുള്ള വലിയ ചിന്തകരാണ് അതെല്ലാം രൂപപ്പെടുത്തിയത്. ഈ ചിന്താ പാരമ്പര്യത്തിന് മുകളിലേക്ക് പൊതുവർഷം 5-ാം നൂറ്റാണ്ടോടെ മധ്യകാല മതാത്മകതയുടെയും സഭയുടെയും പേപ്പസിയുടെയും ഒക്കെ വമ്പിച്ച ആധിപത്യം വരികയും അതിൻ്റെ പിടിമുറുക്കത്തിനകത്ത് ഈ യുക്തിയുടെ കുതിച്ചുചാട്ടങ്ങളൊക്കെ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തെ ഭേദിച്ച് 16-15 നൂറ്റാണ്ടുകളോടെ ഈ ഗ്രീക്കോ റോമൻ വിജ്ഞാന പാരമ്പര്യത്തെ വീണ്ടെടുത്ത് യൂറോപ്പ് തുറസ്സിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നീങ്ങിയ പ്രക്രിയയാണ് പൊതുവെ പറഞ്ഞാൽ നവോത്ഥാനമെന്ന് യൂറോപ്യൻ സന്ദർഭത്തിൽ നാം പറഞ്ഞു പോരുന്നത്. ബ്രഖാട്ട് അതിനെ സൂചിപ്പിക്കാനാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് നവോത്ഥാനമെന്ന പ്രക്രിയ അരങ്ങേറുന്ന കാലത്ത് അത് നവോത്ഥാനമെന്ന് വിളിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അത് നവോത്ഥാനമായിട്ടല്ല, മറിച്ചൊരു നവീകരണ പ്രക്രിയ എന്ന സവിശേഷ രൂപത്തിലാണ് മനസ്സിലാക്കപ്പെട്ടത്. പിന്നീടൊരു സന്ദർഭത്തിലാണ് നവോത്ഥാനം എന്ന ആശയമായി അത് മനസ്സിലാക്കപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ പൗരാണികമായ മഹിമയുടെ വീണ്ടെടുപ്പാണ് എന്ന നിലയിൽ യൂറോപ്പിൻ്റെ സന്ദർഭത്തിൽ മനസ്സിലാക്കും. ഗ്രീക്കോ റോമൻ സംസ്കൃതിയുടെ സവിശേഷമായ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാനുഷികതയ്ക്കുള്ള വലിയൊരു പ്രാമുഖ്യമായിരുന്നു. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ കാതലെന്ന് പലരും കരുതിപ്പോരുന്ന ഒരു പ്രമാണവാക്യം പഴയ ഗ്രീക്ക് ചിന്തയിൽ രൂപപ്പെട്ടതാണ്. പ്രൊട്ടഗോറസ് എന്നു പേരായ ഒരു ഗ്രീക്ക് ചിന്തകനാണ് ആ വാക്യം രൂപപ്പെടുത്തിയത്. മാൻ ഈസ് ദ മെഷർ എന്ന് അദ്ദേഹം പറയും. മനുഷ്യനാണ് മാനദണ്ഡം. എന്തിനേയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏതും അളക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ദൈവപ്രമാണങ്ങളെ മുൻനിർത്തിയല്ല, മതത്തെ മുൻനിർത്തിയല്ല, ആചാര പാരമ്പര്യങ്ങളെ മുൻനിർത്തിയല്ല, മറ്റെന്തിനെയെങ്കിലും മുൻനിർത്തിയല്ല, മനുഷ്യൻ എന്ന പ്രമാണത്തെ മുൻനിർത്തിയാണ്. ഇങ്ങനെ മാനുഷികതയെ കേന്ദ്രപ്രമാണമാക്കി മാറ്റിക്കൊണ്ട് മാനുഷികതയെ എല്ലാറ്റിനെയും നിർവചിക്കുന്ന അടിസ്ഥാന തത്വം എന്ന നിലയിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് വികസിച്ചു വന്ന ഒരു സമീക്ഷയായി, ഒരു വൈജ്ഞാനിക സമീക്ഷയായി നവോത്ഥാനം എന്ന ആശയത്തെ മനസ്സിലാക്കാം എന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സാർവത്രിക സമ്മതിയുള്ള അഭിപ്രായം, ആശയമണ്ഡലമല്ല നവോത്ഥാനത്തിൻ്റെത്. ഒരുപക്ഷെ 25 കൊല്ലം മുമ്പ് നവോത്ഥാനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്ത എത്രയെങ്കിലും വിമർശനങ്ങൾ ഇന്ന് ആ വാക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, നവോത്ഥാനം എന്ന വാക്ക് ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഗ്രീക്കോ റോമൻ സംസ്കൃതിയുടെ വീണ്ടെടുപ്പും അതുവഴിയുണ്ടായ യൂറോപ്പിൻ്റെ നവീകരണവും ആ വിജ്ഞാനം ലോകമാകെ പടർന്നു പന്തലിച്ച ഒരു പ്രക്രിയയും എന്ന നിലയിൽ നവോത്ഥാനത്തെ കാണാമോ എന്ന ചോദ്യം ഇന്ന് വ്യാപകമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പം മലയാളി കൂടിയായിട്ടുള്ള ലോകത്തെ പ്രധാന ഗണിതജ്ഞനായിട്ടുള്ള ഒരു ചിന്തകൻ ജോർജ് ഗിവർഗീസ് ജോസഫ് എന്നു പേരായ മസാച്യുസെറ്റ്സ് സർവകലാശാലയിലെ വിശ്വപ്രസിദ്ധനായ ഗണിതജ്ഞൻ, അദ്ദേഹം ഈ ആശയത്തെ വലിയ തോതിൽ നിരാകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മാത്രമല്ല, പല ലാറ്റിൻ അമേരിക്കൻ ചിന്തകന്മാരും ഏഷ്യൻ ചിന്തകന്മാരുമൊക്കെ ഈ നവോത്ഥാനം എന്ന സങ്കല്പത്തോട് വിമർശനാത്മക വീക്ഷണമുള്ള ആളുകളാണ്. നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ജോർജ് ഗിവർഗീസ് ജോസഫിൻ്റെ 2 പുസ്തകങ്ങൾ ഇപ്പം മലയാളത്തിലുണ്ട്, ലോകപ്രസിദ്ധമാണ്. മധ്യകാല കേരളീയ ഗണിതത്തെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളാണ്. ഒന്ന് ക്രസ്റ്റ് ഓഫ് പീകോക്ക്,
മയൂരശിഖ എന്ന പേരിൽ മധ്യകാല കേരളീയ ഗണിതം എങ്ങനെയാണ് സമാനമായി യൂറോപ്പിൽ വികസിച്ചു വന്ന കാൽക്കുലസിനോടൊപ്പം മധ്യകാല കേരളീയ ഗണിതം വളർന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാദം, അത് സമ്മതിക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യകാല കേരളീയ ഗണിതത്തിൽ നിന്ന് രൂപപ്പെട്ട ആശയാവലികൾ ജസ്യൂട്ട് പുരോഹിതന്മാർ വഴി യൂറോപ്പിന് കൈമാറി കിട്ടിയതിൻ്റെ തുടർച്ചയിലാണ് യൂറോപ്യൻ കലനം, കാൽക്കുലസ് വികസിച്ചു വന്നത് എന്ന അടിസ്ഥാന വാദഗതിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഡിബേറ്റബിളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇൻഫിനിറ്റ് സീരീസ് പോലെ ഗണിതത്തിലെ അനന്തശ്രേണി പോലുള്ള സങ്കല്പങ്ങൾ അതിന് യൂറോപ്പ്, ലെബനിറ്റ്സും മറ്റുമൊക്കെ അതിന് വികാസം നൽകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവനെ പോലുള്ള ആളുകൾ അനന്തശ്രേണിയുടെ ആശയങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നും മധ്യകാല കേരളീയ ഗണിതം താരതമ്യേന വിപുലമായ ഒന്നായി വളർന്നിരുന്നു എന്നുമാണ് ജോർജ് ഗീവർഗീസ് ജോസഫ് വാദിക്കുന്നത്. ജോർജ് ഗീവർഗീസ് ജോസഫിന് നമ്മുടെ നവോത്ഥാന ചരിത്രവുമായി മറ്റൊരു നിലയിലും ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹ കാലത്തൊക്കെ അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നു പേരായ വലിയ ഒരു പോരാളിയുടെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ മകൻ കൂടിയാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ പാസേജ് ടു ഇൻഫിനിറ്റി എന്നു പേരായ ഗ്രന്ഥവും ഈ നിലയിൽ ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് യൂറോപ്പിലാണോ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിലാണോ വിജ്ഞാനം ജനിച്ചത് എന്നൊരു ചോദ്യം. ഇന്നിപ്പോൾ നമ്മൾ എല്ലാ വിജ്ഞാനത്തിൻ്റെയും പ്രഭവമായി ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തെ കാണുന്നു. ആ ഗ്രീക്കോ റോമൻ പാരമ്പര്യം നവോത്ഥാനത്തിന് ശേഷം യൂറോപ്പിൻ്റെ പൊതുപൈതൃകമായി ഇന്ന് കരുതുന്നു. ആ പൊതുവിജ്ഞാനമാണ് കോളനൈസേഷൻ്റെയും ആധുനികീകരണത്തിൻ്റെയും ഘട്ടത്തിൽ ലോകമെമ്പാടും എത്തിച്ചേർന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ യൂറോ കേന്ദ്രിതമായ ഒരു വിജ്ഞാന വ്യവസ്ഥയുടെ വ്യാപന ചരിത്രമായി, അതിൻ്റെ യുക്തിയായി നവോത്ഥാനത്തെ അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ജേക്കബ് ബ്രഹാട്ട് അടക്കമുള്ള ചിന്തകന്മാർ ചെയ്തത്. അതത്ര സാധുവല്ല എന്നാണ് ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യയിലെയും ഒക്കെ കോളനി അനന്തര ചിന്തകന്മാർ ഇപ്പോൾ കരുതുന്നത്. ഇപ്പോൾ JD ബർണലിനെ പോലെ ഒരാളെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ലോകത്ത് ശാസ്ത്രത്തിൻ്റെ ചരിത്രം എഴുതിയ ഏറ്റവും പ്രാമാണികനായ ചിന്തകനാണ് ബർണൽ. ബർണലിൻ്റെ മകൻ എഴുതിയ ഒരു ഗ്രന്ഥം ഇവിടെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ആ കൃതിയുടെ പേര് ബ്ലാക്ക് അഥീന എന്നാണ്, കറുത്ത അധീന എന്നാണ്. അധീനാദേവി ഗ്രീക്കുകാരുടെ വിജ്ഞാന ദേവതയാണ്. ബർണൽ അതിൽ വാദിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം വാദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധീനാദേവി എന്ന സങ്കല്പം ഉണ്ടെങ്കിൽ, ഗ്രീക്കുകാർക്കൊരു വിജ്ഞാന ദേവതയുണ്ടെങ്കിൽ ആ വിജ്ഞാന ദേവത വാസ്തവത്തിലൊരു കറുത്തവളാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. കാരണം ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തിൻ്റെ, പ്രത്യേകിച്ചും യൂക്ലീഡിയൻ ജോമെട്രി അടക്കമുള്ള ഗ്രീക്ക് ഗണിതത്തിൻ്റെയും പിൽക്കാലത്തെ ഗ്രീക്ക് ഗണിത വിജ്ഞാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന സ്രോതസ്സ് ഈജിപ്റ്റായിരുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഈജിപ്തിനും ഗ്രീസും തമ്മിലുള്ള സാമീപ്യത്തിൻ്റെ ഭാഗമായി അലക്സാണ്ട്രിയയെ കേന്ദ്രീകരിച്ച് വികസിച്ചു വന്ന ഒരു വിജ്ഞാന വ്യവസ്ഥയാണ് പിൽക്കാലത്ത് നാം ഗ്രീക്ക് വിജ്ഞാനമെന്ന് വിളിച്ചതിന് അടിത്തറ ഒരുക്കിയതെന്നും, അതുകൊണ്ട് അധീനാദേവി എന്ന സങ്കല്പമുണ്ടെങ്കിൽ അധീനാദേവി ഒരു കറുത്ത ദേവതയാണ് എന്നും ഇദ്ദേഹം വാദിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് അധീന എഴുതിയ ബർണൽ വാദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചൈനയെ കേന്ദ്രീകരിച്ച് വിജ്ഞാന ചരിത്രത്തിൻ്റെ വിപുലമായ പഠനങ്ങൾ നടത്തിയ ഒരാളായിരുന്നു ജോസഫ് നീഥ. അദ്ദേഹത്തിൻ്റെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഇൻ ചൈന എന്നു പേരായ അതിബൃഹത്തായ ഗ്രന്ഥ പരമ്പര എങ്ങനെയാണ് യൂറോപ്യൻ ശാസ്ത്രത്തിന് മുമ്പ് തന്നെ ഈ ശാസ്ത്രത്തിൻ്റെ വിജ്ഞാന രൂപങ്ങളെ ചൈന ജന്മം നൽകിയത് എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തിന് വളരെ മുമ്പ് തന്നെ ലോകത്തിൻ്റെ അത്യത്ഭുതകരമായ അറിവുകൾ ലോകത്തിന് സമ്മാനിച്ച പ്രാചീന ബാബിലോണിയ, അസീറിയ, സുമേറിയ തുടങ്ങിയ പാരമ്പര്യങ്ങൾ, സുമേറിയൻ പാരമ്പര്യം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ചിൽ 60 സെക്കൻഡ് ഒരു മിനിറ്റും 60 മിനിറ്റ് ഒരു മണിക്കൂറും ഒക്കെ ആയിട്ട് കണക്കാക്കുകയാണല്ലോ ചെയ്യുന്നത്. നമുക്കറിയാലോ, 60 എന്ന് പറയുന്നത് ആധുനിക ഗണന സമ്പ്രദായത്തിലെ ഒരടിസ്ഥാന സംഖ്യയല്ല. നമ്മൾ 60നെ മുൻനിർത്തി ഒന്നും കണക്കൂട്ടുന്നില്ല. നമ്മൾ 10, 100 എന്നാണ് കണക്കൂട്ടുന്നത്. 60 ബേസിക് യൂണിറ്റാക്കി മാറ്റിയത് സുമേറിയൻ ഗണിതമാണ്.
പൊതുവർഷാരംഭത്തിന് 4000 കൊല്ലം മുമ്പ് നിലവിൽ വന്ന സുമേറിയൻ ഗണിത വിജ്ഞാനത്തിലാണ് 60 ഒരു ബേസിക് നമ്പറായിട്ട് ഒരടിസ്ഥാന സംഖ്യയായി മാറിയത്. ആ 60ലാണ് നമ്മളിപ്പോൾ കാലത്തെ അളക്കുന്നത്. അതുകൊണ്ട് 11:55 എന്ന് പറയുമ്പോൾ സുമേറിയ വരെ അതിന് വേരുണ്ട് എന്നോർത്താൽ നമ്മൾ മാത്രമല്ല എന്ന് മനസ്സിലാകാൻ എളുപ്പം കഴിയും. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സൂക്കേടുകളിലൊന്നാണ് നമ്മൾ മാത്രമാണ് എന്ന ഒരു തോന്നൽ. അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ ഇത് വളരെ എളുപ്പം സഹായിക്കും. സുമേറിയ എന്ന് തുടങ്ങിയ ബാബിലോണിയ, സുമേറിയ, അസീറിയ എന്നൊക്കെ പറയുന്ന വിപുല പാരമ്പര്യങ്ങൾ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിന് സമാന്തരമായി വികസിച്ചു വന്ന ചൈനയുടെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ഒരളവ് വരെ ഇന്ത്യയുടെയും പാരമ്പര്യങ്ങൾ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇരുണ്ട യുഗം, മധ്യയുഗം എന്നൊക്കെ യൂറോപ്പ് വിശേഷിപ്പിച്ച പൊതുവർഷം 5 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പ്രാചീന വിജ്ഞാനത്തെ മുഴുവൻ സംഭരിച്ചു വയ്ക്കുകയും അതിലേക്ക് പേർഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ കിട്ടിയ അറിവുകളെ കൂട്ടിയിണക്കുകയും അത് പിൽക്കാലത്ത് യൂറോപ്പിന് തന്നെ കൈമാറിക്കൊടുക്കുകയും ചെയ്ത അറേബ്യൻ പാരമ്പര്യം. വാസ്തവത്തിൽ ബാഗ്ദാദും അതുപോലെ കൊർദോവയും കേന്ദ്രീകരിച്ച് മധ്യകാലത്ത് നിലനിന്ന വിജ്ഞാന വ്യവസ്ഥകളാണ് ആധുനികതയിലേക്ക് പഴയ ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തെ കൈമാറിക്കൊടുത്തത്. പ്രാചീന ഗ്രീക്ക് വായിക്കാൻ അറിയുന്നവരായിട്ട് ഇരുണ്ട നൂറ്റാണ്ടുകളെന്ന് വിളിക്കുന്ന 11-15 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ അറബികൾ മാത്രമാണ്. അറബികളിലൂടെ കൈമാറിക്കിട്ടിയ അറിവാണ് വാസ്തവത്തിൽ യൂറോപ്പ് അതിൻ്റെ ഭൂതകാലം എന്ന് വിളിക്കുന്ന ഗ്രീക്ക് പാരമ്പര്യത്തിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ഞാനിതെല്ലാം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംസ്കാരത്തിൻ്റെ വിപുലമായ വിജ്ഞാനത്തിൻ്റെ അതിവിപുലമായ വ്യാപന ചരിത്രത്തെ, വിനിമയ ചരിത്രങ്ങളെ പൊതുവെ മറച്ചു വെച്ചുകൊണ്ട് ഗ്രീസിൽ ജനിച്ച് റോമിൽ വളർന്ന് പിൽക്കാലത്ത് 1000 കൊല്ലക്കാലം സ്തംഭിച്ച് കിടന്ന് 15-ാം നൂറ്റാണ്ടോടെ വീണ്ടും യൂറോപ്പിൽ പുനർജനിച്ച ഒന്നാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ചരിത്രം എന്ന നിലയിലുള്ളൊരു പരിപ്രേക്ഷ്യത്തിൻ്റെ അവതരണത്തിനുതകുന്ന സങ്കല്പനങ്ങളിൽ ഒന്നായിട്ടാണ് പലപ്പോഴും നവോത്ഥാനം എന്ന ആശയത്തെ ഇന്ന് കോളനി അനന്തര ചിന്തകന്മാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് 25-30 കൊല്ലം മുമ്പ് നവോത്ഥാനം എന്ന് പറയുന്ന സമയത്ത്, റെനസാൻസ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാർവത്രികമായ സമ്മതം ഇന്ന് ആ വാക്കിനെ ചൊല്ലി ലോകചിന്തയുടെ ചരിത്രത്തിൽ തന്നെയില്ല. അത് വളരെ ഡിബേറ്റബിളായി തീർന്നിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ മാർട്ടിൻ ബർണലിനെ പോലെയും നീതാമിനെ പോലെയും ജോർജ് ഗീവർഗീസ് ജോസഫിനെ പോലെയുമുള്ള എത്രയെങ്കിലും ചിന്തകർ ഇന്ന് ഗ്രീസിനും റോമിനും പുറത്ത് ആഫ്രിക്കയിലും അറേബ്യയിലും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ചൈനയിലുമൊക്കെ വികസിച്ചു വന്ന വിജ്ഞാനത്തിൻ്റെ പിൽക്കാല ക്രോഡീകരണം എങ്ങനെയാണ് ഗ്രീക്ക് വിജ്ഞാനമായി പരിണമിച്ചത് എന്നും ആ ഗ്രീക്ക് വിജ്ഞാനത്തിൻ്റെ തന്നെ പിൽക്കാല ജീവിതത്തിന് അറബികൾ എന്ത് വലിയ സംഭാവനയാണ് നൽകിയത് എന്നുമെല്ലാമുള്ള മട്ടിൽ വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം എന്ന വാക്ക്, റെനസൻസ് എന്ന വാക്ക് മുമ്പുണ്ടായിരുന്ന അതേ പദവിയിലോ അതേ ഉള്ളടക്കത്തിലോ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും നമുക്ക് ഈ ആശയത്തെ മറ്റൊരു നിലയിൽ മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് റസലിനെ പോലെയും അതുപോലെ ടോയിൻബിയെ പോലെയുമൊക്കെയുള്ള ചിന്തകന്മാർ വിശദീകരിച്ചതുപോലെ എന്താണ് നവോത്ഥാന കാലത്ത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം മനുഷ്യൻ എന്ന പ്രമാണം കേന്ദ്രത്തിലേക്ക് വന്നു എന്നതാണ്. അതുവരെ മതാത്മകതയുടെയും ഐതിഹ്യങ്ങളുടെയും ആചാരപാരമ്പര്യങ്ങളുടെയും പൗരോഹിത്യത്തിൻ്റെയും പിടിമുറുക്കത്തിനുള്ളിലായിരുന്ന ലോകബോധം അതിൽ നിന്ന് പുറത്തു കടക്കാൻ തുടങ്ങുകയും മാനുഷികത ഒരു പ്രമാണവാക്യമായി മാറുകയും ചെയ്തു. അങ്ങനെ മാനുഷികത പ്രമാണവാക്യമായതോടെ സാഹിത്യം മനുഷ്യജീവിതത്തിലേക്ക് കൂടുതൽ വന്നു. ആ വരവിൻ്റെ ആദ്യത്തെ അടയാളങ്ങളിലൊന്നാണ് ഇറ്റാലിയൻ ഗ്രന്ഥകാരനായ ബൊക്കാച്ചിയോ എഴുതിയ ഡെക്കാമറൂൺ എന്ന കഥാലോകം. ഡെക്കാമറൂണിൽ ഒരു നാട്ടുചന്തയിൽ ഒരു സായാഹ്ന സത്രത്തിൽ ഒത്തുകൂടുന്ന ആളുകൾ വട്ടം കൂടിയിരുന്ന് അവരുടെ ജീവിതകഥ പറയുന്നു, കച്ചവടക്കാര്യങ്ങൾ പറയുന്നു, തമ്മിലുള്ള വഴക്കുകൾ പറയുന്നു, വ്യഭിചാരത്തിൻ്റെ കഥകൾ പറയുന്നു. ഇതെല്ലാം ചേർന്ന് കഥയാകുന്നു. സംഭവിക്കുന്നത് ഐതിഹ്യപ്രധാനമായ ലോകങ്ങളിൽ നിന്ന് മിത്തോളജിക്കലായ അതിവിദൂരമായ മിത്തിക്കൽ ഭൂതകാലത്തിൽ നിന്ന് സമകാലത്തിലേക്ക്, അനുഭവത്തിൻ്റെ സാമീപ്യത്തിലേക്ക് കഥ മാറിത്തുടങ്ങുന്നു എന്നാണ്. കേരളത്തിൽ ചന്തുമേനോൻ നോവൽ എഴുതുമ്പോൾ
ആ നോവലിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം, ഇത് അടുക്കളയിൽ സ്ത്രീകൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുന്ന നോവലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം സ്വയം നല്ല സാഹിത്യമായിട്ട് കരുതിയത് തൻ്റെ നോവലിനെ അല്ല, അദ്ദേഹം മെച്ചപ്പെട്ട കൃതിയായി കരുതിയത് മയൂര സന്ദേശത്തെയാണ്. മയൂര സന്ദേശം സ്വന്തം നിലയിൽ അച്ചടിച്ച് നാട്ടുകാർക്ക് വായിക്കാൻ കൊടുത്ത ഒരാളാണ് ചന്തുമേനോൻ. എന്നിട്ട് നാട്ടുകാരത് വായിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം അച്ചടിച്ച് കൊടുത്തു. കാരണം അദ്ദേഹം കരുതിയത് നല്ല സാഹിത്യം മയൂര സന്ദേശം പോലെയാണെന്നാണ്. തൻ്റെ സാഹിത്യം അത്ര മെച്ചപ്പെട്ടതല്ല എന്നൊരു തോന്നൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഒരു ന്യായവാദം പോലെയാണ് ഇത് അടുക്കളയിൽ സ്ത്രീകൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതിയതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഐതിഹ്യപ്രധാനമായ പഴയ ലോകങ്ങളെ പിന്തള്ളിക്കൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് ഈ മാനുഷികമായ ജീവിതാനുഭവങ്ങളെ കേന്ദ്രീകരിക്കുന്ന പുതിയൊരാഖ്യാനം വികസിച്ചു വന്നു. എല്ലാറ്റിലും അറിവിൻ്റെ കേന്ദ്രമായി, അനുഭവത്തിൻ്റെ കേന്ദ്രമായി മനുഷ്യൻ മാറിത്തീരുന്നു എന്ന് പറയാം. അതുകൊണ്ട് അക്കാലം വരെ വേദഗ്രന്ഥങ്ങളൊക്കെ ലത്തീനിലായിരുന്നുവെങ്കിൽ, പ്രധാനമായിട്ടും ഉൾഗാത്ത ബൈബിളാണ് അന്ന് ബൈബിളിൻ്റെ ആധികാരിക പാഠമായി 1000 കൊല്ലക്കാലം നിലനിന്നതെങ്കിലും ലത്തീൻ ഭാഷയിലെ പ്രമാണ ഗ്രന്ഥമാണ് ഉൾഗാത്ത ബൈബിൾ എന്ന് പറയുന്നത്. പൊതുവർഷം 3-4 നൂറ്റാണ്ടുകളിൽ പ്രാചീന ബൈബിൾ കൃതികളൊക്കെ ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട് ക്രോഡീകരിക്കപ്പെട്ട നിലയിലാണ് ഉൾഗാത്ത ബൈബിൾ വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ബൈബിൾ ഒരു ഭാഷയിൽ എഴുതപ്പെട്ടതല്ല, അരമായിക്കിലും ഹീബ്രുവിലും പ്രാചീന ഗ്രീക്കിലും ഒക്കെ എഴുതപ്പെട്ടതാണത്. ആ പുസ്തകങ്ങളെല്ലാം കൂടി ചേർന്ന് ബൈബിൾ എന്ന ഒറ്റ പുസ്തകത്തിലേക്ക് എത്തുകയും അത് ഉറക്കുകയും ചെയ്യുന്നത് 4-ാം നൂറ്റാണ്ട് റോമാ സാമ്രാജ്യം സ്ഥാപിതമാകുന്ന ഘട്ടത്തോടെയാണ്. അന്ന് നിലവിൽ വന്ന ഉൾഗാത്ത ബൈബിൾ, ലത്തീൻ ബൈബിൾ, ഏതാണ്ട് 1000 കൊല്ലക്കാലം പരിഭാഷപ്പെടാതെ നിന്നു. 15-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ദൈവത്തിൻ്റെ ഭാഷ ലത്തീനാണ് എന്നത് മാറുകയും ദൈവത്തിൻ്റെ ഭാഷ നാട്ടുഭാഷയാണ് എന്ന് വരികയും ചെയ്തു. അങ്ങനെ ഉൾഗാത്ത ബൈബിള് വൈക്ലിഫ് എന്ന് പറയുന്ന പണ്ഡിതൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മാർട്ടിൻ ലൂതർ അത് ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഈ വിവർത്തനങ്ങൾ ലോകത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ലോകത്ത് എവിടെയൊക്കെ നവോത്ഥാനം ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സവിശേഷമായ മാറ്റം, നാട്ടുഭാഷയിലേക്ക് വേദഗ്രന്ഥങ്ങളും വിജ്ഞാനങ്ങളും ഒക്കെ സാഹിത്യകൃതികളുമൊക്കെ പരിഭാഷപ്പെടുത്തപ്പെടുന്നു എന്നതാണ്. ദൈവം നാട്ടുഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സനാഉള്ള മക്തി തങ്ങൾ. ഇസ്ലാമിനകത്ത് നവോത്ഥാനം കൊണ്ടുവരുന്നതിന് വലിയ തോതിൽ പരിശ്രമിച്ച ഒരാളാണ്. മക്തി തങ്ങൾ സാന്ദർഭികമായി പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറബിയിൽ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം എന്നാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അറബിയിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. പിന്നാലൊരു വാക്യം അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ഇത് നവോത്ഥാനത്തിൻ്റെ മൗലികമായ ആശയമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവാനുഭവമാണ്. ആ അനുഭവമാകട്ടെ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്, അല്ലാതെ പുരോഹിത വചനങ്ങളല്ല, പുരോഹിതന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളും അല്ല. ഇത് ലോകത്തെവിടെയും കാണാം. ബൈബിള് മലയാളത്തിലേക്ക് വരുന്നു, സത്യവേദ പുസ്തകം വരുന്നു, ഖുറാൻ മലയാളത്തിലേക്ക് വരുന്നു. ഖുറാൻ ബോർഡിൽ എഴുതുമ്പോൾ ചോക്കുപൊടി താഴെ വീണാൽ ദൈവനിന്ദയാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്നാണ് ഖുറാന് CN അഹമ്മദ് മൗലവി പരിഭാഷ ഉണ്ടാക്കുന്നത്. ഈ പരിഭാഷാ ശ്രമങ്ങളൊക്കെ അതത് ജനതയുടെ സ്വാധികാരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പൂർവ്വവിജ്ഞാനത്തെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്ന വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ എല്ലാറ്റിനെയും മാനുഷികീകരിക്കുക, ഹ്യൂമനൈസ് ചെയ്യുക, എല്ലാറ്റിൻ്റെയും കേന്ദ്രം മനുഷ്യനാണ് എന്നൊരു പൊതു തത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വമ്പിച്ച ഒരു ശ്രമമായി നമുക്ക് നവോത്ഥാനത്തെ കാണാം. ഇത് പലതിലും സംഭവിച്ചു കേട്ടോ. ഇപ്പോൾ ചിത്രകലയുടെ ചരിത്രത്തിൽ വളരെ കൗതുകമുള്ളൊരു കാര്യം കാണാവുന്നത്, യൂറോപ്യൻ ചിത്രകലയിൽ പ്രത്യേകിച്ചും മധ്യകാല ക്രൈസ്തവ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിംബമാണ് ഈ മഡോണ ആൻഡ് ദി ചൈൽഡ്, കന്യാമറിയവും കുഞ്ഞും, ഉണ്ണിയേശു. ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് മുതൽ മരപ്പാളിയിൽ വരയ്ക്കപ്പെട്ട കന്യാമറിയത്തിൻ്റെയും കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. 20-ാം നൂറ്റാണ്ട് വരെ തുടരുന്നുണ്ട്. നിങ്ങളുടെ കോളേജിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് കാണും. ഇന്ന് ആഗോള പ്രസിദ്ധമായ അതിൻ്റെ അടിസ്ഥാന മാതൃക 17-ാം ശതകത്തിൽ റാഫേൽ വരച്ചതാണ്. റാഫേൽ വരച്ച അമ്മയും കുഞ്ഞുമാണ് ഇന്ന് ലോകവ്യാപകമായി പ്രചരിക്കുന്നത്. പക്ഷേ 13-ഉം 14-ഉം നൂറ്റാണ്ടുകളിലെ 15 നൂറ്റാണ്ടുകളിലെ അമ്മയും കുഞ്ഞും എന്ന ചിത്രപരമ്പരയിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെ കൗതുകമുള്ള ഒരു കാഴ്ച കാണാം. കന്യാമറിയത്തിൻ്റെ ഒക്കത്തിരിക്കുന്ന ഒരു ശിശു, 6 മാസമോ 1 വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു ശിശുവാണ് അത്.
പക്ഷേ ആ ശിശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 35 വയസ്സുള്ള ഒരാളെയാണ് കാണാൻ പറ്റുക, ശിശുവല്ല. ചില ചിത്രങ്ങളിൽ പോപ്പിൻ്റെ കോട്ടൊക്കെ ഉണ്ട് ഈ ശിശുവിന്. കാരണം ഉണ്ണിയേശു എന്ന് പറയുന്നത് ദൈവാംശമുള്ളതാണ് എന്ന് കരുതുന്നതോടെ, ദൈവമാണ് എന്ന് കരുതുന്നതോടെ, ദൈവം എന്നത് നവോത്ഥാനത്തിനു മുമ്പ് മാനുഷികതയുടെ അപരമാണ്. അതർ ഓഫ് ദ ഡിവൈൻ, ഹ്യൂമെയിൻ. അതർ ഓഫ് ദ ഡിവൈനാണ്, മാനുഷികതയുടെ മറുപുറാണ്. മാനുഷികതയുടെ മറുപുറമായതുകൊണ്ട് അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞായിട്ടാണ് ശാരീരികമായി ശിശു വരുന്നതെങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖഭാവത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശിശുവിൻ്റെ യാതൊരുവിധ ഭാവവും നിങ്ങൾക്ക് ആ കുഞ്ഞിൽ കാണാൻ പറ്റില്ല. അതിഗാംഭീര്യത്തോടെ ചിലപ്പോഴൊക്കെ മാർപ്പാപ്പയുടെ തലമുള്ള കൂർമ്പൻ തൊപ്പിയൊക്കെ ധരിച്ചിട്ട് വളരെ ഗൗരവപ്രകൃതിയുള്ള ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ 13ഉം 14ഉം നൂറ്റാണ്ടുകളിലെ മഡോണ ആൻഡ് ദി ചൈൽഡിനെ കാണുന്നത്. എന്നാൽ നവോത്ഥാനം കൊണ്ടുവന്ന സുപ്രധാനമായ മാറ്റം, ഡാവിഞ്ചി വരച്ച ശിശു, മൈക്കലാഞ്ചലോ പിന്നെ അത് വരച്ചിട്ടില്ല, റാഫേൽ വരയ്ക്കുന്ന ശിശു, പിന്നീട് ഇങ്ങോട്ട് വരയ്ക്കപ്പെട്ട ശിശുവിനെ മുഴുവൻ നോക്കിയാൽ, ഉണ്ണിയേശുവിനെ നോക്കിയാൽ നമ്മൾ കാണുന്നൊരു വലിയ മാറ്റം 6 മാസമോ 1 വയസ്സോ പ്രായമുള്ള ഒരു കുഞ്ഞാണ് എന്ന് മാത്രമല്ല, ആ മനുഷ്യ ശിശുവിൻ്റെ സ്വാഭാവികമായ ഭാവഭാവങ്ങളിൽ തന്നെ ഉണ്ണിയേശു പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അതിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഷികതയുടെ മറുപുറം ആയിരുന്ന ദൈവം മാനുഷികതയുടെ പൂർണ്ണതയാണ് എന്ന് വരുന്നു. ഡിവൈൻ നോട്ട് ആസ് ദ അതർ ഓഫ് ദ ഹ്യൂമെയിൻ, ഡിവൈൻ ആസ് ദ പെർഫെക്ഷൻ, കംപ്ലീഷൻ ഓഫ് ദ ഹ്യൂമെയിൻ. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാനുഷികതയുടെ മറുപുറമല്ല, മാനുഷികതയുടെ പൂർത്തീകരണമാണ്. ഇങ്ങനെ മാനുഷികത എന്ന ആശയം ദൈവത്തെ നിർവചിക്കാനും അറിവിനെ നിർവചിക്കാനും പ്രാർത്ഥനയെ നിർവചിക്കാനും സാഹിത്യത്തെ നിർവചിക്കാനും സമസ്ത തലങ്ങളെയും പുതുതായി നോക്കിക്കാണാൻ മാനുഷികത എന്ന പ്രമാണവാക്യം ഉയർന്നു വന്ന ഒരു ചരിത്ര സന്ദർഭത്തെയാണ്, അതിൻ്റെ ലോകവ്യവസ്ഥയാണ്, വിജ്ഞാന വ്യവസ്ഥയാണ് വേണമെങ്കിൽ നമുക്ക് നവോത്ഥാനമെന്ന് സംഗ്രഹിച്ച് പറയാവുന്നത്. ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ധാരാളം പ്രൊബ്ലമാറ്റിക്കായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നവോത്ഥാനത്തെ മനസ്സിലാക്കാനുള്ള ഒരു കാതലായ തത്വം ഈ പറയുന്ന മാനുഷികതയുടെ സംസ്ഥാപനം, മാനുഷികതയെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ, പുരോഹിത വചനങ്ങളല്ല, വേദപ്രമാണങ്ങളല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആചാര പാരമ്പര്യങ്ങളല്ല, അതെല്ലാം ഇതിന് കീഴ്പ്പെടണം. അതുവരെ മാനുഷികത ഇതിന് കീഴ്പ്പെട്ടിരുന്നു, ദൈവവാക്യങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു, പുരോഹിത വചനത്തിന് കീഴ്പ്പെട്ടിരുന്നു, ആചാരക്രമങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു. അതിനെ ഭേദിച്ച് മാനുഷികത ഒന്നാം പ്രമാണമായിത്തീരുന്നു. ലെവിനാസിനെ പോലെയുള്ള ചിന്തകന്മാർ സമീപകാലത്ത് എത്തിക്സ് ആസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും. തത്വചിന്തയുടെ ചരിത്രത്തിൽ മെറ്റഫിസിക്സിനെയും ലോജിക്കിനെയും അതുപോലുള്ള മറ്റെല്ലാ ശാഖകളെയും പിന്തള്ളിക്കൊണ്ട് ലെവിനാസൊക്കെ പറയുന്നത് എത്തിക്സ് ആസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഒന്നാം പ്രമാണം നീതിയാണ്, നൈതികതയാണ് എന്ന് പറയുന്നത് പോലെ നവോത്ഥാനം ഉണ്ടാക്കിയ വലിയ മാറ്റം അത് മാനുഷികതയെ ആദ്യ പ്രമാണമാക്കി, മറ്റെല്ലാം അതിന് കീഴ്പ്പെടണം എന്ന് വന്നു. അങ്ങനെ വന്നതിൻ്റെ ഒരു സ്ഫുരണമാണ് നാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നും, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും, മനുഷ്യാണാം മനുഷ്യത്വം എന്നും ഒക്കെ പറയുമ്പോൾ നാം കാണുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തമായി വികസിച്ചു. ഹ്യൂമനിസം, മാനവവാദം എന്ന ഒന്നായിട്ടത് മാറി. ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നായിട്ട് മാനവവാദം ഉയർന്നു വരികയും ഒക്കെ ചെയ്തു. ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട് കേട്ടോ, ഞാനത് മുഴുവൻ ഇപ്പോൾ പറയാൻ മുതിരുന്നില്ല. കാരണം മാനവവാദം എന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ സ്ത്രീകളുണ്ടായിരുന്നോ, ആ മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ ആദിവാസികളുണ്ടായിരുന്നോ, അതിൽ ആഫ്രിക്കക്കാരുണ്ടായിരുന്നോ, അതോ അത് വെളുത്ത യൂറോപ്യൻ പുരുഷനെയാണോ മനുഷ്യനായി സങ്കല്പിച്ചത് എന്ന ചോദ്യം ഇന്നുണ്ട്. വൈറ്റ് യൂറോപ്യൻ മെയിൽ എന്നതായിരുന്നോ മനുഷ്യൻ? ആഫ്രിക്കയിലെ സ്ത്രീകളെ ഇപ്പോൾ പാശ്ചാത്യ നാഗരികതയുടെ ഏറ്റവും വലിയ, ആധുനികതയുടെ ഏറ്റവും വലിയ പ്രതിനിധിയായി കരുതിയിരുന്ന ഹെഗല് അല്ലെങ്കിൽ ഇമ്മാനുവൽ കാന്റ്, ഇവരൊന്നും ആഫ്രിക്കക്കാർ മനുഷ്യരാണെന്ന് തന്നെ കരുതിയിട്ടില്ല. അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന് വിളിക്കുന്ന ലോക ചൈതന്യത്തിൻ്റെ പ്രഭവത്തിൻ്റെ വികാസ പരിണാമമാണ് മനുഷ്യവംശ ചരിത്രം എന്നാണ് ഹെഗൽ കരുതിയത്. കേവല ചൈതന്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവമെന്നോ വിശുദ്ധാത്മാവെന്നോ ഒക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം. അത് കാലത്തിലൂടെ ഇങ്ങനെ വിടർന്നു വരുന്നതാണ് മനുഷ്യ ചരിത്ര പ്രക്രിയ എന്ന് കരുതിയ ആളായിരുന്നു ആധുനിക ചരിത്ര ചിന്തയുടെ പരമാചാര്യനായി മാറിയ ഹെഗൽ. പക്ഷേ ഈ ഹെഗൽ ആഫ്രിക്ക
ഈ വികാസ പ്രക്രിയയിലേക്ക് കടന്നിട്ടില്ല എന്ന് കരുതിയ ആളാണ്. ഇന്ത്യയും ചൈനയും ഈ വികാസ പ്രക്രിയയുടെ പ്രാഥമിക ഘട്ടത്തിലൊരു ചുവട് വച്ചതിന് ശേഷം സ്തംഭിച്ചു പോയി എന്ന് കരുതിയ ആളാണ്. ആ വികാസ പ്രക്രിയ പൂർത്തിയായത് യൂറോപ്പിലാണ്, പ്രത്യേകിച്ചും പ്രഷ്യയിലാണ് എന്നാണ് ഹെഗൽ കരുതിയത്. പ്രഷ്യ മൂപ്പരുടെ പഞ്ചായത്താണ്, മൂപ്പര് പ്രഷ്യക്കാരനാണ്. അതുകൊണ്ട് ചരിത്ര പ്രക്രിയ അവസാനിച്ചു എന്ന് ഫുക്കുവൊക്കെ പറയുന്നതിന് സമീപകാലത്ത് എൻഡ് ഓഫ് സിവിലൈസേഷൻ എന്ന ആശയം അവതരിപ്പിക്കുന്നതിന് മുമ്പ്, വളരെ മുമ്പ് ഹെഗൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആശയങ്ങളൊന്നും പുറമേ കാണുന്ന പോലെ നിഷ്കളങ്കങ്ങളല്ല. അതിനകത്തൊക്കെ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. മനുഷ്യനെന്ന പ്രമാണവാക്യം ആദരണീയമായി തോന്നുമ്പോൾ തന്നെ ആ മാനുഷികതയ്ക്കുള്ളിൽ ജാതീയവും ലിംഗപരവും വംശപരവുമായ മുൻവിധികളൊക്കെ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. എന്നതുകൊണ്ട് പക്ഷേ ആ പ്രശ്നത്തെ നമുക്ക് അപ്പാടെ തള്ളിക്കളയാനും പറ്റില്ല. കാരണം മനുഷ്യൻ പ്രമാണമായി തീരുന്നതോടെ അപ്രമാണത്തിൻ്റെ, പ്രമാണരാഹിത്യത്തിൻ്റെ, പ്രമാണമല്ലായികയുടെ പദവിയിലേക്ക് തള്ളിമാറ്റപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് വംശീയതയാണ്, ജാതീയതയാണ്, അത് മതപരമായ വിഭജനങ്ങളാണ്, ആചാര പാരമ്പര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യന് കീഴ്പ്പെടണം എന്ന തത്വം ഉയർന്നു വരുന്നു. അതുകൊണ്ട് എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇന്ന് കുറെ കൂടി സ്വീകാര്യമായ, ഞാൻ 100% സ്വീകാര്യം എന്ന് അപ്പോഴും പറയുന്നില്ല, ഹിസ്റ്റോറിക്കൽ ലിമിറ്റേഷൻസ് ആ ആശയത്തിന് ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് താരതമ്യേന സ്വീകാര്യമായ ഒരു ഉത്തരം അത് മനുഷ്യകേന്ദ്രിതമായ ഒരു ജീവിതക്രമത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ്. ജാതിക്കോ മതത്തിനോ സാമൂഹ്യ വിഭജനങ്ങൾക്കോ പൗരോഹിത്യ ആധിപത്യത്തിനോ മധ്യകാല വിശ്വാസരൂപങ്ങൾക്കോ മുകളിൽ മനുഷ്യൻ എന്ന തത്വം പ്രധാനമായി ഉയർന്നു വരുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് വാസ്തവത്തിൽ നവോത്ഥാനത്തെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയും. 18-ാം നൂറ്റാണ്ട് വരെ താരതമ്യേന ജാതീയവും മതപരവുമായ ക്രമങ്ങൾക്കുള്ളിൽ വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ ജീവിതത്തെയും അതിൻ്റെ വളരെ പ്രാകൃതമായ തലങ്ങൾക്കുള്ളിൽ വിന്യസിക്കപ്പെട്ട കേരളീയ ജീവിതത്തെയുമൊക്കെ ആധുനികതയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നാനാതരം പരിശ്രമങ്ങളുടെ ആകത്തുക എന്ന നിലയിൽ നമുക്ക് നവോത്ഥാനം എന്ന പ്രക്രിയയെ കാണാം. അത് യൂറോപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. അടിസ്ഥാന വ്യത്യാസം, യൂറോപ്പിന് അതിൻ്റെ പൂർവ്വകാല പാരമ്പര്യത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു നവോത്ഥാനമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചൊക്കെ ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നതിനേക്കാൾ ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ നിരാകരണമായിരുന്നു നമ്മുടെ നവോത്ഥാന പ്രക്രിയ. അല്ലാന്ന് കരുതിയ ചില ആളുകളുണ്ട്. ഇപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ പോലെ ആര്യസമാജത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആളുകൾ വേദങ്ങളിലേക്ക് മടങ്ങണമെന്നും വേദങ്ങളാണ് ആധാരതത്വം എന്നും കരുതിയിരുന്നു. അങ്ങനെ കരുതിയ ആളുകളുണ്ട്. ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം ആധുനിക ജനാധിപത്യ ചരിത്രത്തിന് തുല്യമാണ് എന്ന് വാദിച്ച ചരിത്ര പണ്ഡിതന്മാരുണ്ട്. അതൊക്കെ പക്ഷേ ഒറ്റതിരിഞ്ഞ പ്രവണതകളായിരുന്നു. പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ചും കേരളീയ നവോത്ഥാനത്തിൻ്റെ ഉള്ളടക്കം ഭൂതകാലത്തിൻ്റെ പുനഃസ്ഥാപനം എന്നതിനേക്കാൾ ഭൂതകാലത്തിൻ്റെ വിമർശനം, ജാതിബന്ധങ്ങളെ മറികടക്കൽ, അതുണ്ടാക്കുന്ന സാമൂഹ്യ അസമത്വങ്ങളെ മറികടക്കൽ, ആധുനികമായൊരു മാനവബോധത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വപ്രകാരങ്ങളിലും ഉറപ്പിച്ചെടുക്കൽ എന്നതായിരുന്നു. ഇത് ഒറ്റ വഴിക്ക് നടന്ന ഒരു കാര്യമല്ല. ഞാൻ ഇതിൻ്റെ മുഴുവൻ ചരിത്രവും പറയാനും മുതിരുന്നില്ല. നവോത്ഥാനം എന്നതിന് ഒരു ഏകശിലാരൂപത്തിൽ ഒരു പ്രവണതയുടെ മാത്രം ആവിഷ്കാരം എന്ന നിലയിൽ കാണുന്നത് അത്രയൊന്നും ഉചിതമല്ല. തമ്മിൽ ഇണങ്ങുകയും തമ്മിൽ ഇടയുകയും ചെയ്യുന്ന നിരവധി പ്രവണതകൾ ഒരുമിച്ച് ചേർന്ന ഒരു സ്പെക്ട്രം, ഒരു വർണ്ണരാജി എന്ന നിലയിൽ നവോത്ഥാനത്തെ കാണുന്നതാണ് കുറെ കൂടി ഉചിതമായത്. ഇപ്പോൾ ബംഗാളിൽ അരങ്ങേറിയ നവോത്ഥാന പ്രക്രിയയുടെ കേന്ദ്രവും കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയുടെ കേന്ദ്രവും തമ്മിൽ മൗലികമായ ചില വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള നവോത്ഥാനം എന്ന് നാം കരുതിപ്പോരുന്നതിൽ നിന്ന് വളരെ ഭിന്നമായ രൂപത്തിലാണ് കേരളത്തിലെ നവോത്ഥാന പ്രക്രിയ അരങ്ങേറിയത്. അഖിലേന്ത്യാ തലത്തിലുള്ള നവോത്ഥാനത്തിൻ്റെ കേന്ദ്രം, അല്ലെങ്കിൽ നാം അറിയുന്ന കേന്ദ്രം, അത് പലപ്പോഴും മതനവീകരണപരമായ താല്പര്യങ്ങളാൽ നയിക്കപ്പെട്ടതാണെന്ന് പറയാം. രാജാ റാംമോഹൻ റായിയെ പോലെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പോലെയും ഒക്കെയുള്ള പരിഷ്കർത്താക്കൾ ഹിന്ദു മതത്തിനകത്തുള്ള ദുരാചാരങ്ങളെ പരിഷ്കരിച്ച് ആധുനിക മൂല്യങ്ങൾക്ക് ഒത്തുപോകുന്ന ഒന്നായി ഹിന്ദുമതത്തെ മാറ്റി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് പൊതുവിൽ നമ്മൾ നവോത്ഥാനമെന്ന് മനസ്സിലാക്കി വരുന്നത്. സതി നിരോധിക്കുക,
ബാലികാ വിവാഹം നിരോധിക്കുക, വിധവാ വിവാഹം അനുവദിക്കുക, മധ്യകാല ആചാരങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് മതത്തെ പുറത്തു കൊണ്ടുവരിക തുടങ്ങിയ പല പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കേരളത്തിലും കുറഞ്ഞളവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാലടിയിൽ ആഗമാനന്ദ സ്വാമികളെ പോലെ, പിൽക്കാലത്ത് സ്വാമി ആനന്ദതീർത്ഥനെ പോലെ ഒക്കെയുള്ള ആളുകൾ മതത്തിനകത്ത് നടക്കുന്ന പരിഷ്കരണ പ്രക്രിയ എന്ന നിലയിൽ നവോത്ഥാനത്തിൻ്റെ ഒരു ധാരയെ കേരളത്തിലും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നവോത്ഥാന പ്രക്രിയ മതനവീകരണപരമായ ബലങ്ങൾ ഏറെയൊന്നും ഏറ്റെടുത്തിട്ടില്ല. അല്ലെങ്കിൽ മതനവീകരണപരമായ ശ്രമങ്ങളല്ല കേരളീയ നവോത്ഥാനത്തെ വളരെ ഊർജ്ജസ്വലമാക്കിയത്. അതിൻ്റെ ഊർജ്ജ സ്രോതസ്സ് മതനവീകരണം എന്നതിനേക്കാൾ അഖിലേന്ത്യാ തലത്തിൽ താരതമ്യേന കുറഞ്ഞ അളവിൽ കാണുന്ന വളരെ സവിശേഷമായ ഒരു ഘടകം കേരളീയ നവോത്ഥാനത്തിലുണ്ട്. അത് ജാതി നശീകരണം എന്നതാണ്. ഈ ജാതി നശീകരണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജാതി വിരുദ്ധതയിലൂന്നിക്കൊണ്ട് മനുഷ്യനെന്ന സങ്കല്പത്തെ അസാധ്യമാക്കുന്ന ഒന്നായി ജാതിയെ കാണുകയും ജാത്യാതീതമായ ഒരാധുനിക മാനുഷികത എന്നതിലേക്ക് പല നിലകളിൽ വന്നു ചേരാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ദീർഘ പാരമ്പര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ നവോത്ഥാന ചരിത്രം വാസ്തവത്തിൽ മാനുഷികമായ സമഭാവനയെ ജാതിവിരുദ്ധമായ ഊന്നലുകളിലൂടെ ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതാരംഭിക്കുന്നത് നാം പലപ്പോഴും കരുതിപ്പോരുന്നത് പോലെ നാരായണ ഗുരുവിലോ അല്ലെങ്കിൽ അതുപോലുള്ള ശ്രമങ്ങളിലോ മാത്രമല്ല. അതിനേക്കാളൊക്കെ മുമ്പ് ഒരുപക്ഷെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പ്രാരംഭ സ്ഥാനങ്ങളിലൊന്ന് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്ന, മാറുമറയ്ക്കൽ കലാപം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. തൻ്റെ ശരീരത്തിൻ്റെ അധികാരം തനിക്ക് തന്നെയാണ് എന്ന് സ്ഥാപിക്കാനും മാനുഷികമായ ഒരു സ്വാധികാരത്തെ ഉറപ്പിച്ചെടുക്കാനും ഒരു കൂട്ടം മനുഷ്യർ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് മാറുമറയ്ക്കൽ കലാപം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ 1830 മുതൽ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലം ചെറുതും വലുതുമായി അരങ്ങേറിയ നിരവധിയായ സമരങ്ങളുടെ ആകത്തുകയിലാണ് വാസ്തവത്തിൽ കേരളത്തിലെ നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന് പറയാം. ഇത് പിന്നീട് പല രൂപത്തിൽ നാരായണ ഗുരുവിൻ്റെ ദൈവഭാവനയായി, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളായി, അതുപോലെ അയ്യങ്കാളി കൊണ്ടുവന്ന സാധുജന പരിപാലന സംഘം എന്ന ആശയമായി, പണ്ഡിറ്റ് കറുപ്പനായി, മിതവാദി കൃഷ്ണൻ വക്കീലായി, അല്ലെങ്കിൽ കുറുമ്പൻ ദൈവത്താനായി, വേലുക്കുട്ടി അരയനായി ഒക്കെ നാനാരൂപത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളും പ്രവണതകളും ജാതിവിരുദ്ധമായ മുന്നേറ്റങ്ങളെ കേരളത്തിൻ്റെ ആധുനികീകരണത്തിൻ്റെ, മോഡേണൈസേഷൻ്റെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് നിർത്തി. ഒരർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ ചരിത്രം സവിശേഷമായി തീർന്നത് ഈ ഊന്നൽ കൊണ്ടാണ് എന്ന് പറയണം. മതപരമായ നവീകരണമല്ല, ജാതി നശീകരണമാണ് നമ്മുടെ നവോത്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ കാതൽ. അതൊറ്റയ്ക്കൊരു ഘടകമായിട്ടല്ല കേട്ടോ, അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്ത ധാരാളം ഘടകങ്ങളുണ്ട്. നവോത്ഥാനത്തെ ഒരു പ്രവണതയായി ചുരുക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവോത്ഥാനത്തെ മനസ്സിലാക്കാനും പ്രയാസമാണ്. ഞാൻ 6-7 ഘടകങ്ങളെ വേറിട്ടെടുത്തൊന്ന് വിശദീകരിക്കാം. കൂടുതൽ ഘടകങ്ങൾ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ പിന്നെയും തെളിഞ്ഞു വരും. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന 3-4 ഘടകങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അതിലൊന്ന് കോളനി ഭരണമാണ്, ബ്രിട്ടീഷ് ഭരണമാണ്. ബ്രിട്ടീഷ് ഭരണം എന്ത് നവോത്ഥാനമാണ് ഉണ്ടാക്കിയത് എന്ന് സംശയം തോന്നാവുന്നതാണ്. ഇപ്പം നാരായണ ഗുരു 1-ാം ലോകയുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യം, നമ്മളൊക്കെ ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ്. ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സമയത്ത് തിലകൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാണ്. ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനം ബംഗാൾ വിഭജനം കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ സ്വദേശി എന്ന പേരിൽ വലിയ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാംപ്രസാദ് ബിസ്മിലിനെയൊക്കെ തൂക്കിക്കൊല്ലുന്ന കാലമായിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഗുരു പറഞ്ഞത് നമ്മൾ ബ്രിട്ടീഷുകാർ ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ ഗുരുവിനോട് ചിലർ ചോദിച്ചു, നമ്മളെ അടിമകളാക്കി വെച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി നമ്മളെന്തിനു പ്രാർത്ഥിക്കണം എന്ന ചോദ്യം ചോദിച്ചു. അതിന് ഗുരു പറഞ്ഞ വളരെ സവിശേഷമായ മറുപടി, അവരാണല്ലോ നമുക്ക് സന്യാസം തന്നത് എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ ആചാര വ്യവസ്ഥയ്ക്ക് അകത്ത് നാരായണ ഗുരുവിന് സന്യാസിയാവാൻ പറ്റില്ല. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്താൻ പറ്റില്ല. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയാൽ രാമായണത്തിൽ ശംഭൂകന് സംഭവിച്ചതുപോലെ ശിരച്ഛേദം ചെയ്യപ്പെടാവുന്ന ഒരാളാണ് നാരായണ ഗുരു. അത് അസാധ്യമാക്കിയത്, എല്ലാ മനുഷ്യരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് വന്നത്, റൂൾ ഓഫ് ദി ലോ,
നിയമവാഴ്ച എന്ന സങ്കല്പം വന്നത്, CRPCയും IPCയും ഒക്കെ വന്നത്, എല്ലാ കുറ്റങ്ങളും ഒരേ തരം കുറ്റങ്ങളാണ്, എല്ലാ കുറ്റങ്ങൾക്കും ഒരേ തരം ശിക്ഷയാണ്, കുറ്റങ്ങളുടെ തെളിവെടുപ്പിലോ കുറ്റങ്ങളുടെ ശിക്ഷയിലോ ജാതിബന്ധങ്ങൾ നിലനിൽക്കില്ല എന്ന് ഈ രാജ്യത്തൊരു വ്യവസ്ഥയുണ്ടാക്കിയത് കോളനി ഭരണമാണ്. അതുകൊണ്ട് കൊളോണിയലിസ്റ്റുകൾ നേരിട്ട് നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷേ കോളനി ഭരണത്തിൻ്റെ അടിസ്ഥാനപരമായ മികവുകളിലൊന്ന് അത് പൊതു മനുഷ്യൻ എന്ന സങ്കല്പത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. അതിൽ വേറെ പല താല്പര്യങ്ങളുണ്ടാവും. ഞാനത് ഏകപക്ഷീയമായ ഒരു ഗുണം മാത്രമാണെന്നൊന്നും പറയുന്നില്ല. ധാരാളം ചൂഷണങ്ങൾ കോളനി ഭരണത്തിൻ്റെ ഫലമായിട്ടുണ്ട്, നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അക്ബറുടെ കാലത്ത് ലോക കമ്പോളത്തിൻ്റെ 23% കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയാണെങ്കിൽ 947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഇന്ത്യയുടെ ആഗോള വാണിജ്യ പങ്കാളിത്തം 1.3% മാത്രമായി. 27% നിന്ന് 2 നൂറ്റാണ്ട് കൊണ്ട് 1.5% നമ്മുടെ സമ്പദ് വ്യവസ്ഥാക്രമം തവിടുപൊടിയായ ഒരു പ്രക്രിയ കൂടിയാണ് കോളനൈസേഷൻ. മറുഭാഗത്ത് ഈ കോളനൈസേഷൻ തന്നെയാണ് പൊതുവിദ്യാലയങ്ങളുണ്ടാക്കി, പൊതു തൊഴിലുകളുണ്ടാക്കി, പൊതു നിയമങ്ങളുണ്ടാക്കി, പൊതുവായ ശിക്ഷാസങ്കല്പങ്ങളും കുറ്റവിധികളും ഉണ്ടാക്കിക്കൊണ്ട് മാനുഷികമായ സമത്വത്തിൻ്റെ അടിത്തറകൾ ഒരുക്കുകയും ചെയ്തത്. നമുക്ക് സംഭവിക്കുന്ന ഒരു തകരാറെന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിൽ ഒന്നിനെ ഫ്രീസ് ചെയ്യും എന്നതാണ്. ഒന്നുകിൽ കോളനൈസേഷൻ ഗുണം മാത്രമാണെന്ന് കരുതും, അല്ലെങ്കിൽ ദോഷം മാത്രമാണെന്ന് കരുതും. ഗുണത്തിൻ്റെ കൂടെ ദോഷവും ദോഷത്തിൻ്റെ കൂടെ ഗുണവും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് നാം പലപ്പോഴും കാണാതെ പോവുകയും ചെയ്യും. ഈ ഒരു വൈരുദ്ധ്യം പല പ്രക്രിയകളിലുമുണ്ട് കോളനൈസേഷനെ സംബന്ധിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് അവരാണല്ലോ. ഇങ്ങനെ കോളനി ഭരണം ആധുനികമായ മനുഷ്യബോധ രൂപീകരണത്തിൻ്റെ അടിപ്പടവുകളിലൊന്നായിട്ട് മാറി. രണ്ടാമത്തൊരു കാര്യമാണ് നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിച്ച, സ്വാഗത പ്രസംഗത്തിലൊക്കെ പരാമർശിച്ച മിഷണറി പ്രവർത്തനങ്ങൾ. മിഷണറിമാർ 2 നിലയിൽ നമ്മുടെ നവോത്ഥാന പ്രക്രിയയെ ശക്തിപ്പെടുത്തി എന്ന് പറയാം. ഒന്ന്, അവർ മലയാളം എന്ന ഭാഷാരൂപത്തെ ഉയർത്തിക്കൊണ്ടുവന്നു, പ്രത്യേകിച്ചും ഗദ്യത്തെ. വാസ്തവത്തിൽ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ വികസിച്ചു വന്ന ഗദ്യത്തിൻ്റെ തെളിച്ചം പിൽക്കാല മലയാള ഗദ്യത്തിൽ നിലനിന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇപ്പം ജോർജ് മാത്തനെ പോലെയൊക്കെയുള്ള മലയാണ്മയുടെ വ്യാകരണ വിദ്യ ബാലാഭ്യസനം എന്ന ഗ്രന്ഥം പ്രഭാഷണം നടത്തിയ ജോർജ് മാത്തൻ്റെ ഒരു പാരമ്പര്യവും ഭാഷാ രീതിയും മലയാളത്തിൽ പിന്നെ തുടർന്നോ? സത്യവേദ പുസ്തകത്തിലെ ഭാഷയുടെ തെളിച്ചം പിൽക്കാലത്ത് നമ്മുടെ ഭാഷയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞോ? സംശയമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം പിൽക്കാലത്ത് കേരളവർമ്മയും AR രാജരാജവർമ്മയും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തുന്ന മലയാളം അടിസ്ഥാനപരമായി സംസ്കൃത നിബിഡമായ ഒന്നായി തീരുകയും നാട്ടുമലയാളത്തിൻ്റെ ബലത്തെ വികസിപ്പിച്ചെടുത്ത നമ്മുടെ മിഷണറി പാരമ്പര്യത്തെ മിക്കവാറും മിഷണറി മലയാളം എന്നൊരു പ്രത്യേക പേരിട്ട് വിളിച്ച് നമ്മുടെ ആധുനികീകരണത്തിൻ്റെ ഘട്ടത്തിൽ പുറന്തള്ളുകയുമാണ് ചെയ്തത്. മിഷണറിമാർ ഭാഷയെ മാറ്റിയെടുക്കുകയല്ല. ഇപ്പം ജോൺ ഫ്രയറെ പോലുള്ള ആളുകൾ അവർ പ്രകൃതിശാസ്ത്രം മലയാളത്തിലാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെവിടെയൊക്കെ നവോത്ഥാനം വരുന്നോ അവിടെയൊക്കെ അറിവ് നാട്ടുഭാഷയിലേക്ക് വരും. ആ നാട്ടുഭാഷയിലേക്ക് അറിവിനെ കൊണ്ടുവരുന്ന വലിയ പണി കേരളത്തിലെ മിഷണറിമാരെടുക്കുന്നുണ്ട്. നമ്മുടെ നിഘണ്ടുക്കൾ ഉണ്ടാക്കുന്നു. ഗുണ്ടട്ടിനെ പോലുള്ള ആളുകൾ മലയാളത്തിലെ മുഴുവൻ പഴഞ്ചൊല്ലുകളും തപ്പിപ്പിടിക്കുന്നു, പയ്യന്നൂർ പാട്ട് ശേഖരിക്കുന്നു, അല്ലെങ്കിൽ മലയാളത്തിലെ ഡിക്ഷണറി ഉണ്ടാക്കുന്നു. ബെഞ്ചമിൻ ബെയ്ലി നമുക്ക് ഡിക്ഷണറി ഉണ്ടാക്കുന്നു. അങ്ങനെ തദ്ദേശീയമായ ഭാഷയുടെയും തദ്ദേശീയമായ വിജ്ഞാനത്തിൻ്റെയും സമാഹരണം, വിതരണം, അതിൻ്റെ ആധുനികീകരണം എന്ന പ്രവൃത്തി വലിയ തോതിൽ ചെയ്തുകൊണ്ട് ഭാഷയ്ക്ക് അടിയുറപ്പുണ്ടാക്കി കൊടുക്കുകയും ആധുനിക ഗദ്യത്തിലേക്കുള്ള ഒരു വഴി മലയാളത്തിൽ വെട്ടിത്തുറക്കുകയും ചെയ്യുന്നത് മിഷണറി പ്രവർത്തനം വഴിയാണ്. അതുമാത്രമാണെന്ന് ഞാൻ പറയല്ല, പക്ഷേ സുപ്രധാന ഘടകമാണ്. ഇപ്പോൾ ജോർജ് മാത്തൻ്റെ ഒരു വാക്യം, മാതൃഭാഷയെക്കുറിച്ച് ജോർജ് മാത്തൻ എഴുതിയ ആ വാക്യത്തോളം മനോഹരമായി മാതൃഭാഷയുടെ പൊരുൾ വിശദീകരിക്കുന്ന ഒരു വാക്യം കാണാൻ പറ്റില്ല. ജോർജ് മാത്തൻ എഴുതുന്നത്, ഗുണത്തോട് സ്നേഹവും ദോഷത്തോട് വെറുപ്പും മനസ്സിൽ ഉദിപ്പിക്കാൻ ജന്മഭാഷ പോലെ അന്യഭാഷ ഉതകുന്നതല്ല. ജന്മഭാഷ എന്നത് അദ്ദേഹം വെറുതെ അമ്മയുടെ ഭാഷ, നാട്ടുമൊഴി എന്നൊന്നുമല്ല. ഗുണത്തോട് സ്നേഹം, ദോഷത്തോട് വെറുപ്പ്. ഭാഷയെ ഒരു നൈതിക മൂല്യമുള്ള ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഒരു ജനതയുടെ സംസ്കാരത്തിൽ വേരാഴ്ത്തി നിൽക്കുന്നത് വഴി ആ സമൂഹത്തിൻ്റെ ആന്തരിക സ്വത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് മാതൃഭാഷ എന്ന സങ്കല്പം മലയാളത്തിൽ ആദ്യം വയ്ക്കുന്നത് ജോർജ് മാത്തനാണ്.
അദ്ദേഹമാണ് വാക്കിന് പദാർത്ഥവും ഭാവാർത്ഥവും ഉണ്ടെന്നും പദാർത്ഥം ഡിക്ഷണറിയിൽ കാണാം, ഭാവാർത്ഥം ജീവിതത്തിൽ കാണാം എന്ന് പറയുകയും ചെയ്തത്. പദാർത്ഥത്തിലാണ് വാക്ക് ജീവിക്കുന്നത്, ഭാവാർത്ഥത്തിലാണ് വാക്ക് ജീവിക്കുന്നത്, പദാർത്ഥത്തിലല്ല. പദാർത്ഥം നിൽക്കും. ഇപ്പോൾ മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക് എന്ന് ടാഗോർ എഴുതിയത് എൻ്റെ പിതാവേ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ എന്നല്ലാതെ മലയാളത്തിലെ എൻ്റെ അച്ഛ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫാദർ എന്ന ഇംഗ്ലീഷ് പദത്തിന് ഇംഗ്ലീഷിലുള്ള കൊണോട്ടേഷൻസ് അതേപടി മലയാളത്തിലില്ല. ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ആകമാനമുള്ള പൊരുളിലേക്ക് ഉന്മുഖമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പിതാവെന്ന വാക്കോ അല്ലെങ്കിൽ ചിലർ ഉപയോഗിച്ച താതൻ എന്ന വാക്കോ അല്ലാതെ തമിഴ് ഉപയോഗിക്കുന്ന തന്ത എന്ന വാക്കോ അച്ഛൻ എന്ന വാക്ക് പോലുമോ പര്യാപ്താവില്ല. കാരണം നമ്മുടെ ഭാഷയിൽ വേരോടി പടർന്ന പദകോശത്തിൻ്റെ സവിശേഷതകൾ അങ്ങനെ ചില അർത്ഥവിവക്ഷകളെ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് മാത്തൻ പറയുന്നത്, പദാർത്ഥമല്ല ഭാവാർത്ഥം. പദാർത്ഥം വാക്കിൻ്റെ സാമാന്യ അർത്ഥമാണ്, ഭാവാർത്ഥം ആ ജനതയുടെ ചരിത്രത്തിൽ നിന്ന് ആ വാക്കിലേക്ക് കടന്നു വരുന്ന അർത്ഥസൂചനകളാണ്, ധ്വനികളാണ്, സംസ്കാരമണ്ഡലമാണ്. ഇത് പ്രധാനമാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മാതൃഭാഷ എന്നുള്ള ആശയമൊക്കെ നമ്മുടെ ചർച്ചയിൽ പ്രബലമാകുന്നതിന് എത്രയോ മുമ്പ് അതേക്കുറിച്ചുള്ള ആലോചനകൾ ജോർജ് മാത്തൻ്റെ പരിശ്രമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഭാഗത്ത് ഭാഷയെ ആധുനികീകരിക്കുന്ന വലിയൊരു പ്രവർത്തനം ഗുണ്ടട്ടിനെ പോലെയും ബെയ്ലിയെ പോലെയും മാത്തനെ പോലെയും ഒക്കെയുള്ള ധാരാളം പേർ ചേർന്ന് ചെയ്യുന്നു. രണ്ടാമത് പൊതുവിദ്യാലയങ്ങളുണ്ടാകുന്നു, പെൺപള്ളിക്കൂടങ്ങളുണ്ടാകുന്നു. പള്ളിക്കൂടമില്ലെങ്കിൽ പള്ളിയില്ല എന്ന് പറഞ്ഞ് എവിടെവിടങ്ങളിൽ പള്ളിക്കൂടങ്ങളുണ്ടോ അവിടെവിടങ്ങളിലൊക്കെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ നിർബന്ധിക്കുകയും ആ വിദ്യാലയങ്ങളിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹ രൂപീകരണത്തിൻ്റെ ബലം മിഷണറി പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഇത് നവോത്ഥാനപരം മാത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. മതപരിവർത്തനം സംശയരഹിതമായും അതിലെ ഒരു താല്പര്യമായിട്ടുണ്ടാവാം. പക്ഷേ ആ താല്പര്യങ്ങളെയൊക്കെ മറികടന്നു പോകുന്ന മട്ടിൽ ഈ ആശയങ്ങൾ പ്രവർത്തിക്കുന്നു. മതപരിവർത്തനം തന്നെ കേരളത്തെ സംബന്ധിച്ച് നവോത്ഥാനപരമായി ഉള്ളടക്കമുള്ള ഒന്നായിട്ട് മാറി. കാരണം പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നുകൂടാ എന്നും ആ പിന്നോക്കാവസ്ഥയെ ഭേദിക്കാൻ മതപരിവർത്തനം മതി എന്നും വരുന്നതോടെ തെക്കൻ തിരുവിതാംകൂറിലെ ആധുനികീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഊർജങ്ങളിൽ ഒന്ന് തന്നെയായിട്ട് മതപരിവർത്തനം മാറിത്തീർന്ന ചരിത്രവും നമ്മെ സംബന്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വലിയ തോതിൽ നമ്മുടെ നവോത്ഥാനത്തിൽ ഇടപെട്ട നാലാമത്തെ ഒരു ഘടകമാണ്. അഞ്ചാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു പുതിയ സാമൂഹ്യ വിഭാഗത്തിൻ്റെ രൂപീകരണമാണ്. ഞാൻ ക്രമത്തിലൊന്നുമല്ല പറയണത്, മറിച്ച് പൊതുവായി പറയുമ്പോൾ അഞ്ചാമതായി പറയുന്നു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നാമത്തെ കാര്യമാണെന്നും കാണാം. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഒരു മധ്യവർഗം കേരളത്തിൽ പുതുതായി രൂപപ്പെട്ടു എന്നതാണ്. തോട്ടം കൃഷിയെ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ കാർഷിക മുതലാളിത്തത്തെ കേന്ദ്രീകരിച്ചും ഒരു പുതിയ മധ്യവർഗം ഉയർന്നു വരുന്നു. മേൽത്തട്ട് ഭൂപ്രഭുക്കന്മാരും കീഴ്ത്തട്ട് കുടിയാന്മാരും എന്ന നില മാറിക്കൊണ്ട് മറ്റൊരു സാമൂഹ്യ വിഭാഗം ഉയർന്നു വരികയും സാമ്പത്തികാധികാരം കൈയാളുമ്പോഴും സാമൂഹ്യ അധികാരം തത്തുല്യമായി കൈവന്നിട്ടില്ലാത്ത ഒരു മധ്യവർഗത്തിൻ്റെ രൂപീകരണം 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് തോട്ടം കൃഷിയാണ്. ധാന്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് എത്തുകയും റബ്ബറും ഏകലവും അടക്കമുള്ളവയുടെ വിപണനം വഴി വലിയൊരു സാമ്പത്തിക സ്രോതസ്സ് കേരളത്തിൽ രൂപപ്പെട്ടു വരികയും അതിൻ്റെ ഉടമാവകാശമുള്ളൊരു പുതിയ മധ്യവർഗം വരികയും അവർക്ക് സാമ്പത്തികാധികാരമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആദ്യം MBBS പാസ്സാവുന്ന ആൾ നിങ്ങൾക്കറിയാം, ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പു മൈസൂർ പോയി പഠിച്ചിട്ട് കേരളത്തിലെ ആദ്യത്തെ MBBSകാരനാവുന്നു. പക്ഷേ പൽപ്പുവിന് കേരളത്തിൽ ജോലി കിട്ടുന്നില്ല. ആലുമുട്ടിൽ ചാന്നാന് കാറുണ്ട്, പക്ഷെ ആ കാർ ഓടിക്കുന്ന ഡ്രൈവർക്കും കാറിനും പോകാവുന്ന വഴിയിലൂടെ ചാന്നാന് പോകാൻ പറ്റില്ല, ജാതി വിവേചനം കൊണ്ട്. ഇങ്ങനെ നാരായണഗുരു വഴി നടക്കുന്ന സ്ഥലത്ത് തന്നെ വഴി തടയുന്ന സ്ഥിതി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സാമ്പത്തിക ശക്തിയായി മാറുകയും എന്നാൽ ആ സാമ്പത്തിക അധികാരത്തിന് സമാനമായ സാമൂഹ്യ അധികാരം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന പുതിയ മധ്യവർഗം ഉയർന്നു വരുന്നുണ്ട്. അവർ വിദ്യാഭ്യാസം നേടുന്നുണ്ട്, സർക്കാർ ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ സോഷ്യൽ പവർ എന്ന് പറയുന്നത്
ആ വിഭാഗത്തിന് ലഭിക്കാതെ വരുന്നു. ഇവരുടെ മുൻകൈയിൽ കൂടിയാണ് നവോത്ഥാനപരമായ ആശയങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ നടപ്പാക്കപ്പെട്ടത്. അവരാണ് സംഘടനകൾ വലിയ തോതിൽ ഏറ്റെടുക്കുകയും വലിയ തോതിൽ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇങ്ങനെ പുതുതായി ഉയർന്നു വന്ന മധ്യവർഗം വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ആധുനിക ജ്ഞാനബോധത്തിലും ഒക്കെ വേരുള്ള ഒരു മധ്യവർഗത്തിൻ്റെ രൂപപ്പെടൽ കേരളീയ നവോത്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ സാമൂഹ്യശാസ്ത്രപരമായ അടിസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ കേരളത്തിൽ വികസിച്ചു വന്ന അച്ചടിയുടെയും പത്രമാസികളുടെയും വ്യാപനം. അച്ചടിയും പത്രമാസികകളും എങ്ങനെയാണ് നവോത്ഥാന പ്രക്രിയയെ തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തെ പൊതുവൽക്കരിക്കുന്നു എന്ന് പറയാം. ഒരേ നിരപ്പിലെത്തുന്നു. നിങ്ങൾ രാത്രി അച്ചടിച്ച പത്രം രാവിലെ എല്ലാവരും വായിക്കുന്നതോടെ ഒരു പൊതുസമൂഹം എന്ന നിലയ്ക്ക് തമ്മിൽ കൂട്ടിയിണക്കപ്പെടുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും ചുറ്റുവട്ടത്തിനകത്ത് ഓരോ പഞ്ചായത്തിലും ഗ്രാമാന്തരത്തിലും അതത് ജീവിത പരിസരങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ഒരു പൊതുസമൂഹം, ഒരു ഭാഷാദേശീയ സമൂഹം എന്ന നിലയിൽ ഉയർന്നു വരുന്നു. അങ്ങനെ ഒരു ഭാഷാദേശീയ സമൂഹം എന്ന നിലയിൽ ഉയർന്നു വരികയും തങ്ങൾ ഒരു ജനതയാണ് എന്ന് ഭാഷയെ മുൻനിർത്തി മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്ഥിതി പതുക്കെ പതുക്കെ ഉണ്ടായി വരികയും ചെയ്യും. ഇപ്പോൾ തലശ്ശേരിയിൽ വെച്ചിട്ട് നാരായണഗുരു മണ്ണന്തല മൂസുവായിട്ടാണെന്ന് തോന്നുന്നു സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം സംസ്കൃതത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഗുരു പറഞ്ഞ ഒരു കാര്യം, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം എന്നാണ്. മലയാളത്തിൽ സംസാരിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം മനസ്സിലാവും, ഇത് പൊട്ടത്തരാണെന്ന് എളുപ്പം മനസ്സിലാവും. സംസ്കൃതത്തിൽ പറയുമ്പോൾ ഇതെന്തോ കനപ്പെട്ട കാര്യമാണ് എന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. ഇങ്ങനെ നാട്ടുഭാഷ എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യമല്ല, അത് സാമൂഹികമായ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. അതിനെ വ്യാപിപ്പിക്കുന്ന മട്ടിൽ 1850കളിൽ തന്നെ രാജ്യസമാചാരം, പശ്ചിമതാരകം മുതലായ പത്രങ്ങളുണ്ടായി വരുന്നു. പിന്നെ നിരവധി പത്രങ്ങളുണ്ടാവുന്നു. ഈ പത്രങ്ങൾ ചേർന്ന് ആധുനികമായ ഒരു പൊതുമണ്ഡലത്തെ രൂപപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നവോത്ഥാന ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കുറച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു ഘടകമാണ് സംരംഭകത്വം എന്ന് പറയുന്നത്, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ബാങ്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ഉണ്ടാവുന്നു, പൊതുവായ സാമ്പത്തിക വ്യവഹാരങ്ങൾ ഉണ്ടാവുന്നു. ഇത് വളരെ പ്രധാനമാണ്. കാരണം സമ്പത്ത് ആരുടെ കയ്യിലാണ്? ഭൂപ്രഭുവിൻ്റെ കയ്യിലോ രാജാവിൻ്റെ കയ്യിലോ ധനാഢ്യരായ ചുരുക്കം പേരുടെ കയ്യിലോ മാത്രം ഉണ്ടായിരുന്ന പണം സമാഹരിക്കപ്പെടുകയും പൊതുവായി വിനിയോഗം ചെയ്യപ്പെടുന്ന ഒരു പുതിയ സംവിധാനമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നതാണ് ബാങ്ക് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ധാരാളം പേരിൽ നിന്ന് പണം മേടിച്ചിട്ട് അതിനെ ആധാരമാക്കി പുതിയൊരു സാമ്പത്തിക സംരംഭം തുടങ്ങുന്നു. അങ്ങനെ സമ്പത്തിൻ്റെ അക്കാലം വരെ ഉണ്ടായിരുന്ന വിതരണക്രമത്തെ തകർത്ത്, കേന്ദ്രീകരണത്തെ തകർത്ത് ഒരു പൊതുസമൂഹത്തിലേക്ക് സമ്പത്തിനെ കൊണ്ടുവരികയും സാമ്പത്തിക വിതരണം എന്നത് സാമൂഹികമായ നവീകരണത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സംരംഭകത്വം. മലയാളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ കമ്പനിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. ഇവയൊക്കെ നമ്മുടെ നവോത്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറിയും കുറഞ്ഞും പങ്കുവഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ നിരവധിയായ ഘടകങ്ങൾ, ഒരു ഭാഗത്ത് മതനവീകരണപരമായ ലഘുവായ ശ്രമങ്ങൾ, മറുഭാഗത്ത് കേരളീയ നവോത്ഥാനത്തിൻ്റെ കാതൽ എന്ന് ഞാൻ പറഞ്ഞ ജാതി വിരുദ്ധ മുന്നേറ്റങ്ങൾ. അത് പൊയ്യലപ്പച്ചൻ്റെ ഒരു സമാന്തരമായ കീഴാള ആധുനികതയെ രൂപപ്പെടുത്താനുള്ള ശ്രമമാകാം, അയ്യങ്കാളി ജന്മം നൽകിയ സാധുജന പരിപാലനം എന്ന ആശയം ആകാം, കീഴ്ത്തട്ട് മനുഷ്യരുടെ പല നിലകളിലുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വഴിവെക്കുന്ന മട്ടിൽ കുറുമ്പൻ ദൈവത്താനും വേലുക്കുട്ടി അരയനും കെ.പി. കറുപ്പനും കെ.പി. വള്ളോനും അല്ലെങ്കിൽ മിതവാദി കൃഷ്ണൻ വക്കീലും ഒക്കെ ചേർന്ന് നടത്തുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങളുടെ ആകത്തുകയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാനത്തിൻ്റെ കാതലായ പൊതുമാനുഷികത എന്ന ഘടകം ഇവിടെ വേരുപിടിച്ചത്. അങ്ങനെ വേരുപിടിച്ച പൊതുമാനുഷികതയെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞ
മിഷണറി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, സംരംഭകത്വത്തിൻ്റെ വ്യാപനം വഴിവെക്കുന്നുണ്ട്, അച്ചടിയും പത്രമാസികകളുടെയും പ്രവർത്തനങ്ങൾ വഴിവെക്കുന്നുണ്ട്, നാട്ടുഭാഷയുടെ വ്യാപനം വഴിവെക്കുന്നുണ്ട്, മധ്യവർഗത്തിൻ്റെ രൂപപ്പെടലും ധാന്യവിളയിൽ നിന്ന് നാണ്യവിളയിലേക്കുള്ള പരിവർത്തനങ്ങളും ഒക്കെ വഴിവെക്കുന്നുണ്ട്. ഇങ്ങനെ വിപുലമായ ഒരു വ്യവഹാരം. അതുകൊണ്ടാണ് ഞാൻ നവോത്ഥാനത്തെ ഏകശിലാത്മകമായ ഒരു കേവല സത്തയായിട്ട് സങ്കല്പിക്കാതെ അതിനെ ഒരു പ്രക്രിയയായിട്ട്, അതിനെ ഒരു സ്പെക്ട്രമായിട്ട്, ഒരു വർണ്ണരാജിയായിട്ട് കാണണം എന്ന് പറഞ്ഞത്. ഒരു പ്രക്രിയ, ഒരു ഘടകമല്ല, നിരവധി ഘടകങ്ങൾ തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയും പ്രവർത്തിച്ച് അതിനുള്ളിൽ തന്നെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് ഏത് പ്രക്രിയയും നിലനിൽക്കുക. കേരളീയ നവോത്ഥാനത്തിലും ഈ പ്രശ്നം സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ആധുനികമായ നവോത്ഥാന ഭാവനയുടെ, പൊതുമാനുഷികതയുടെ പിൽക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു തുടർച്ചയെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അത് ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ കർഷക സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന പുതിയ ഒരു സന്ദർഭമാണ്. നവോത്ഥാനത്തിൻ്റെ പൂർത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നവോത്ഥാനത്തിൻ്റെ സുപ്രധാനമായ ഒരു താല്പര്യത്തെ പിൽക്കാലത്ത് ഉറപ്പിച്ചെടുക്കുന്നതിൽ കേരളത്തിലെ കർഷക സമരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു ആധുനിക സമൂഹമായി കേരളത്തെ മാറ്റി തീർക്കുന്നതിൽ നിന്ന് കേരളത്തെ ഏറ്റവും കൂടുതൽ തടഞ്ഞത് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്ന, സഹസ്രാബ്ദങ്ങളായി വേരുപിടിച്ച് നിന്ന ജാതിബന്ധങ്ങളാണ്. ആ ജാതിബന്ധങ്ങളാണ് വിവേകാനന്ദൻ ഇന്ത്യ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കേരളത്തിലെത്തിയപ്പോഴാണ് ഇത് ഭ്രാന്താലയാണ് എന്ന് പറഞ്ഞത്. മലബാറിനെ കുറിച്ചാണ് മൂപ്പര് പറഞ്ഞത്. പക്ഷേ പൊതുവിൽ കേരളത്തിന് ബാധകമാണെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് കേരളത്തിന് ഭ്രാന്താലയാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ജാതിബന്ധങ്ങളുടെ ഈ കെട്ടുപാടിനെതിരെ നമ്മുടെ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന വലിയ ഒരു മാനവിക മൂല്യത്തെ, അതിനെ നവോത്ഥാനത്തിൻ്റെ തന്നെ ഭൗതികാധാരത്തിൽ കൂടുതൽ ഉറപ്പിച്ചത് ജന്മിത്വത്തിനെതിരായ സമരമാണ്. എന്തുകൊണ്ടാണ് കേരളം, തമിഴ്നാടും മഹാരാഷ്ട്രയും അടക്കം ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായിരുന്ന, കേരളത്തെക്കാൾ ശക്തമായിരുന്ന, തന്തൈ പെരിയോറും മഹാത്മാ ഫൂലെയും അംബേദ്കറും ഒക്കെ തന്നെ ജന്മം കൊണ്ട പ്രദേശങ്ങളിൽ വികസിച്ചു വന്ന ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ തീക്ഷ്ണ ചരിത്രം അവർക്കുണ്ടെങ്കിലും കേരളം പിൽക്കാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാമൂഹ്യ സ്ഥിതിയിലേക്ക് കടന്നത്. ഇന്ന് നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അപവാദങ്ങൾ മാത്രം കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സാമൂഹികമായ ഗുണത്തെ നമ്മൾ അങ്ങനെ കാണാറില്ല. ഞാൻ 1-2 കണക്കുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പം കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ തോത് 0.7 ആണ്. 0.7 ആണ്, 1% താഴെയാണ്. അഖിലേന്ത്യാ ശരാശരി 18-20 മറ്റാണ്. ബീഹാറിൽ 52. കേരളത്തിൽ IMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു? കേരളത്തിൽ 5. അഖിലേന്ത്യാ ശരാശരി 27. ഉത്തർപ്രദേശിൽ 52. ഈ മാറ്റം, ഇങ്ങനെയുള്ള മാറ്റത്തിൻ്റെ സാമൂഹികമായ സമഭാവനയുടെ രൂപപ്പെടൽ ഒരു ഭാഗത്ത് നമ്മുടെ നവോത്ഥാനം ജന്മം നൽകിയ മാനവികതാ ബോധം കൊണ്ടുളവായതാണെങ്കിൽ, മറുഭാഗത്ത് നൂറ്റാണ്ടുകൾ കൊണ്ട് വേരുപിടിച്ച ജന്മിവാഴ്ചയ്ക്കെതിരെ കേരളത്തിൽ ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ കൂടി അനന്തരഫലം. ഈ പ്രക്ഷോഭങ്ങൾക്ക് അതുകൊണ്ട് ജാതി അവസാനിച്ചു എന്നോ ജാതീയമായ വിവേചനങ്ങൾ അന്തിമമായി റദ്ദായിപ്പോയി എന്നൊന്നും കരുതിക്കൂടാ. പക്ഷേ സുപ്രധാനമായൊരു ഘടകം EMS ഒരിക്കൽ പറയുന്നുണ്ട്, ജാതി ജന്മി നാടുവാഴി മേധാവിത്വം. മധ്യകാല കേരളത്തിൻ്റെ സ്വഭാവഘടനയെ 3 സങ്കല്പനങ്ങൾ കൂട്ടിയിണക്കി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സാമൂഹികമായി ജാതി, സാമ്പത്തികമായി ജന്മി, ഭരണപരമായി നാടുവാഴി. ഇങ്ങനെ സാമൂഹ്യ സാമ്പത്തിക ഭരണ പ്രക്രിയകൾ സംയോജിച്ച് നിൽക്കുന്ന ഗ്രാംഷിയുടെ ഭാഷയിലെ ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്കാണ് മധ്യകാല കേരളത്തിലെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം. അതിൽ ജന്മിവാഴ്ചയ്ക്കെതിരെ കേരളത്തിൽ ഉയർന്നു വന്നതുപോലുള്ള നിർണായകമായ സമരമുഖങ്ങൾ മറ്റെവിടെയും ഉയർന്നു വന്നിട്ടില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ VS സമീപകാലത്ത് മരിച്ചുപോയ VS അച്യുതാനന്ദൻ പറയുന്നുണ്ട്, തൻ്റെ സമരം എന്തിനെതിരായിരുന്നു? ജാതി അടിമത്തത്തിനും കൂലി അടിമത്തത്തിനും എതിരായിരുന്നു എന്നതാണ്. ജാതി അടിമത്തത്തിനും കൂലി അടിമത്തത്തിനും എതിരാണ്. 12 പറ അളന്നാൽ 1 പറ നെല്ല് പതമ്പായിട്ട് നൽകുന്നിടത്ത് നിന്ന് 6 പറയിൽ നിന്ന് 1 പറ പതമ്പ് എന്നതിലേക്ക് കുട്ടനാട്ടിലെ കർഷക ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രീമംഗലത്ത് നടന്ന സമരത്തിലൂടെ 40കളുടെ ഒടുവിൽ കഴിഞ്ഞു എന്നു മാത്രമല്ല, കേരളത്തിലെ കാർഷിക ജീവിതത്തിൻ്റെ കീഴ്ത്തട്ടിൽ സമാനമായ വലിയ മാറ്റങ്ങൾ ഉളവാക്കാനായിട്ട് ഈ സമരങ്ങൾക്ക് കഴിയുകയുണ്ടായി.
ഇപ്പോൾ പുന്നപ്ര വയലാറെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പണിമുടക്കമായിരിക്കെ തന്നെ ആ സമരത്തിൽ രണ്ട് സുപ്രധാന മുദ്രാവാക്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് പ്രായപൂർത്തി വോട്ടവകാശം, രണ്ട് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് ഒന്നുകിൽ ഇന്ത്യ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാം എന്ന 3 ഓപ്ഷൻസ് കൊളോണിയൽ ഭരണകൂടം മുമ്പോട്ട് വെച്ചപ്പോൾ തിരുവിതാംകൂറും ഹൈദരാബാദിലെ നൈസാമും ജമ്മു കാശ്മീരിലെ ഹരിസിംഗും സ്വതന്ത്ര രാജ്യങ്ങളാവാൻ തീരുമാനിച്ചു. അന്ന് CP-യുടെ ഈ സ്വതന്ത്ര രാജ്യമെന്ന സങ്കല്പത്തിനെതിരെ സമരമുഖം തുറക്കുകയും പ്രായപൂർത്തി ഒട്ടവകാശം, ഉത്തരവാദ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തുകയും കൂലി കൂടുതൽ എന്ന ആശയത്തോടൊപ്പം ഇതിനെ കൂടി ചേർത്തുകൊണ്ട് തങ്ങളുടെ ഭൗതികമായ അവകാശ സംരക്ഷണം എന്നതിനോടൊപ്പം സമൂഹത്തിൻ്റെ രാഷ്ട്രീയമായ സമഭാവന എന്നതിനെ സുപ്രധാനമായ ഒരു സമരമുഖമാക്കി മാറ്റാൻ കേരളത്തിൽ കഴിഞ്ഞു എന്നത് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പിൽക്കാല ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് 1850കളിൽ ചാന്നാർ ലഹളയിൽ ശരീരത്തിൻ്റെ സ്വാധികാരത്തിൽ തുടങ്ങുന്ന സമരമാണെങ്കിൽ 1950കളിലെത്തുമ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ സ്വാധികാരത്തിലേക്ക് അതിനു വേണ്ടി ഉയർത്തുന്ന വലിയ ശബ്ദമായി വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ മാറുകയും ഈ പ്രക്ഷോഭ പ്രക്രിയ കേരളത്തെ മറ്റൊരു പ്രകാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിൻ്റെ തുടർച്ചയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 0.7% എന്ന നിലയിലേക്ക് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ദാരിദ്ര്യത്തെ ചുരുക്കി കൊണ്ടുവരാനും IMR 1000 കുഞ്ഞുങ്ങൾ 4 കുഞ്ഞുങ്ങൾ. അവിടെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, $2500-3000 പെർ ക്യാപിറ്റ ഉള്ളൊരു സമൂഹമാണ് കേരളം. 4 എന്ന IMR റേറ്റ് നിലനിൽക്കുന്ന 4-5 ഒക്കെ നിലനിൽക്കുന്ന ഫ്രാൻസും കാനഡയും ഒക്കെ പ്രതിശീർഷ വരുമാനം $35,000-40,000. നോർവേയും സ്വീഡനുമൊക്കെ $70,000 പെർ ക്യാപിറ്റ ഉള്ള സ്ഥലത്താണ് IMR അവിടെ 0-ലേക്കോ 2-ലേക്കോ ഒക്കെ എത്തിച്ചിട്ടുള്ളത്. 30,000-ലാണ് അത് 5-ലെത്തിയിട്ടുള്ളത്. 3,000-ലാണ് കേരളത്തിൽ അത് 5-ലെത്തിയത്. നമ്മൾ കേരളത്തിൻ്റെ അത്തരം വളർച്ചകളെ പൊതുവെ മാനിക്കാറില്ല. കേരളത്തെ അപവദിക്കാനുള്ള ഒരു വാസന നമുക്ക് വളരെ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കേരളത്തിന് പോരായ്മയൊന്നുമില്ല എന്ന് പറയല്ല. കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ ഈ ഒരു ഗുണാത്മക ഫലം നിൽക്കെ തന്നെ അത്യന്തം യാഥാസ്ഥിതികമായ ആചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രാകൃതത്വത്തിൻ്റെയും ഒക്കെ ലോകം നമ്മെ തിരിച്ചു വലയം ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമുക്ക് നിശ്ചയമായിട്ടും കാണേണ്ടതുണ്ട്. അതിൽ നവോത്ഥാനത്തിലടക്കം വേരുകളുമുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ പറയാൻ ഞാൻ മുതിരുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് അതിവിപുലമായൊരു നവീകരണത്തിൻ്റെ വിശാല ചക്രവാളം തുറന്നിട്ട ഒന്നായിരുന്നു. അത് ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൻ്റെ വീണ്ടെടുപ്പ് പോലെയുള്ള, അല്ലെങ്കിൽ വൈദികമായ ഭൂതകാല മഹിമയുടെ പുനഃസ്ഥാപനം പോലെയുള്ള തത്വങ്ങളെ മുൻനിർത്തിയല്ല, മറിച്ച് സമത്വപൂർണമായ മനുഷ്യാവസ്ഥ എന്നതിനെ മുൻനിർത്തിയാണ് ഭാവന ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അരിവുപ്പുറത്ത് എഴുതി വെച്ച വാക്ക് നമ്മുടെ ആധുനികതയുടെ പ്രമാണവാക്യമായത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. സോദരത്വേന, സാഹോദര്യം എന്നത് ജനാധിപത്യത്തിൻ്റെ കാതലാണ് എന്ന് പിൽക്കാലത്ത് അംബേദ്കർ പറയുന്നുണ്ട്. അംബേദ്കർ ഇതൊക്കെ പറയുന്നതിന് വളരെ മുമ്പാണ് ഗുരു ഇത് എഴുതുന്നത്. സോദരത്വേന വാഴുക. ഈ സോദരത്വേന എന്നതിനെ അസാധ്യമാക്കുന്ന ഒന്നായിരുന്നു നമ്മുടെ ജാതിബന്ധങ്ങൾ. അതിനെതിരെയുള്ള നാനാതരം കലാപങ്ങളിൽ സുപ്രധാനമായൊരു മുഖമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റേത്. പുസ്തകത്തെ ഇവിടെ പരിചയപ്പെടുത്തും, അതേക്കുറിച്ച് സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പണ്ഡിറ്റ് കറുപ്പനെ പോലെയും അല്ലെങ്കിൽ മൂലൂർ പത്മനാഭ പണിക്കരെ പോലെയും ആശാനെ പോലെയും ഒക്കെയുള്ള അന്നത്തെ ചെറുതും വലുതുമായ കവികൾ ചേർന്ന് നമ്മുടെ മനുഷ്യഭാവനയെ ആധുനികമായ സമഭാവനയോട് ചേർത്ത് വയ്ക്കാൻ വലിയ തോതിൽ പരിശ്രമിച്ചു. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജാതിക്കുമ്മി ഒരർത്ഥത്തിൽ നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് കൈവന്ന ഒരു കഥാസന്ദർഭത്തെ എടുത്ത് ആധുനികമായ ഒരു മൂല്യത്തിലേക്ക് അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിനെ ചൊല്ലിയുള്ള വലിയൊരു സംവാദം രൂപപ്പെടുത്തുകയാണ് ആ കൃതി ചെയ്യുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ, നിങ്ങൾക്കറിയാം, കായൽ സമ്മേളനം നടത്തുന്നതിൻ്റെ പിന്നിലെ പ്രേരണയായിട്ട് അദ്ദേഹം മാറി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ തോതിലുള്ള സാമൂഹ്യ നവീകരണത്തിന്, വിജ്ഞാന വികാസത്തിന് ഒക്കെ വഴിതെളിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറിത്തീർന്നു. ഈ നിലയിലുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങളുടെ വിപുലമായ ഒരു വ്യവഹാരമാണ്
വാസ്തവത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. അതിലെ ഒരു സന്ദർഭത്തെയാണ് മാഷ് ഈ പുസ്തകത്തിലൂടെ ഇവിടെ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കെ പി കറുപ്പനും അദ്ദേഹം മുമ്പോട്ട് വെച്ച വീക്ഷണഗതികളും എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ആധുനിക മനുഷ്യനെന്ന തുല്യാന്തസ്സുള്ള സമഭാവനയുള്ള സാഹോദര്യനിഷ്ഠമായ മാനുഷികതയിലേക്ക് കേരളത്തെ കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തെളിയിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ആമുഖമാണ് ഈ പുസ്തകം. നിങ്ങളെല്ലാം ഈ പുസ്തകം വായിക്കുകയും ഇതേക്കുറിച്ചുള്ള ചെറുതും വലുതുമായ ആലോചനകളിൽ ഏർപ്പെടുകയും ഒരുപക്ഷെ വർഗീയതയുടെ, സാമൂഹ്യ വിഭജനത്തിൻ്റെ, മതാന്ധതയുടെ, ജാതിവിദ്വേഷത്തിൻ്റെ ഒക്കെ ഇരുട്ടുകൾ നമ്മെ വലയം ചെയ്യുന്ന ഒരു കാലത്ത് അതിനെതിരെ മാനുഷികതയുടെ, സമത്വത്തിൻ്റെ വലിയ പ്രകാശം പരത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പഠിക്കുക, അറിവ് ആർജിക്കുക. എന്താണ് അറിവെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്ന കുറേ വിവരങ്ങളൊന്നുമല്ല, മറിച്ച് ഒരുപക്ഷെ കേരളത്തിൽ അറിവിനെക്കുറിച്ച് ഏറ്റവും മഹനീയമായ ഒരാശയം കുമാരനാശാൻ്റെ ഒരു കവിതയിൽ നിങ്ങൾക്ക് കാണാം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്. അങ്ങനെ അന്യജീവൻ ഉതകാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒന്നാകുമ്പോഴേ അറിവായിത്തീരും. അല്ലാത്തപ്പോൾ അറിവ് ഒരു ഭാരമായിത്തീരും. അങ്ങനെ പാണ്ഡിത്യത്തിൻ്റെ ഭാരത്തിൽ നിന്ന് സാമൂഹികതയുടെ ഒരു വിശാല ഭൂപടത്തിലേക്ക് കടന്നു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അറിവാണ് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ അറിവ്. ആ അറിവ് ആർജിക്കാനുള്ള ഒരു പ്രേരണയായി ഈ പുസ്തകത്തെയും ഈ സന്ദർഭത്തെയും നിങ്ങൾ ഉപയോഗിക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.